നമ്മൾ 15ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറാണ് നമ്മൾ സംസാരിക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ വിവിധ തരത്തിലുണ്ട്. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, പിരമിഡ്, ഇൻവെർട്ടഡ് പിരമിഡ്, അങ്ങനെ പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്? ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഗോയിങ് ടു ബി ബെനിഫിഷ്യൽ ടു ഇംപ്രൂവ് ദ വെൽത്ത് ഓഫ് ദ അവർ പ്രോഫിറ്റ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അത്രയേ ഉള്ളൂ ഇതിന്റെ കൺസെപ്റ്റ്, വേറെ ഒന്നും ഇതിലില്ല. ഇതിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കും, വളരെ രസകരമായിട്ട് പഠിക്കാം. ദേവ എൻ്റെ ഒപ്പം നിന്നേക്കണം കേട്ടോ. ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് നമ്മൾ ഫിനാൻസ് ചെയ്യേണ്ടത് എന്ന് വളരെ ശരിയായ ഒരു തീരുമാനമാണ്. ഒരു വീട് വെക്കുന്ന സമയത്ത് ലോൺ എടുത്ത് വെക്കണോ, സ്വർണം വിറ്റ് വെക്കണോ, സ്ഥലം വിറ്റ് വെക്കണോ, അല്ലെ? അങ്ങനെയല്ലേ? കയ്യിലുള്ള പൈസ ഉപയോഗിക്കണോ, എത്രമാത്രം ഉപയോഗിക്കണം, ഇതൊക്കെ നമുക്കൊരു തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കാറ് വാങ്ങുന്ന സമയത്ത് ഏത് കാറ് വാങ്ങണം, പണം ലോൺ എടുത്താണോ, എത്രമാത്രം ലോൺ എടുക്കണം, കയ്യിൽ നിന്ന് എത്ര പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്യണം, കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റിയും ലോൺ എടുക്കുന്ന ഡെറ്റും അല്ലേ? അപ്പൊ അതിന്റെ കമ്പോണന്റ് നമ്മൾ നോക്കുക. എങ്ങനെ ഡെറ്റിന്റെ കമ്പോണന്റ് നോക്കുക? നമ്മുടെ ശമ്പളത്തിൽ നമ്മുടെ ആവശ്യത്തിന് പൈസ കഴിഞ്ഞാൽ ഈ പണം തിരിച്ചടയ്ക്കാൻ, ഇൻട്രസ്റ്റ് അടക്കം പ്രിൻസിപ്പൾ തിരിച്ചടയ്ക്കാൻ പൈസ ഉണ്ടെങ്കിൽ മാത്രമല്ലേ കടമെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഡെറ്റ് നമ്മൾ ഏതൊരു ക്യാപിറ്റൽ പ്രൊജക്റ്റ് ആണെങ്കിലും അതെങ്ങനെ ഫിനാൻസ് ചെയ്യണം എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോട്ടാണ്. സോ അതിൽ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വിറ്റി മാത്രമാണോ, ഒരു കമ്പനി ആണെങ്കിൽ ഇക്വിറ്റി മാത്രമാണോ ഇതിന് ഉപയോഗിക്കേണ്ടത്? ഡെറ്റും ഉപയോഗിക്കാമെങ്കിൽ എത്ര ഇക്വിറ്റി വേണം, എത്ര ഡെറ്റ് ആണ്? ഇതല്ലേ നമ്മുടെ ഒരു ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഇതൊരു ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കുന്ന ആൾക്കാർ, അയാൾക്ക് ഡെറ്റ് എത്ര വേണമെങ്കിൽ എടുക്കാം. എന്നാൽ ചില ആൾക്കാർ ഒരു റിസ്ക് എടുക്കാത്ത ആൾക്കാർ, എന്നെ പോലെ ഞാൻ ഡെറ്റ് എടുക്കില്ല. എന്നാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഒരു ബാലൻസിങ് ആൾക്കാരാണ്. സോ വി കനോട്ട് ഹാവ് എന്താ പറയുക, പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ. ആദ്യം തന്നെ പറയുന്നു, ക്യാപിറ്റൽ സ്ട്രക്ചർ ഒന്നും നമുക്കില്ല. നമ്മളിത് ഓരോ കമ്പനിയുടെയും റിസ്ക് ആപ്പിറ്റൈറ്റ് അനുസരിച്ചിട്ടാണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ എങ്കിൽ പോലും വാട്ട് ഈസ് ആൻ ഒപ്റ്റിമൽ, അതായത് നമ്മുടെ കമ്പനിക്ക് മുന്നിലേക്ക് പോകാൻ ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഏതാണ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ശ്രമിക്കുന്നത്. സോ അതിൽ ആ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ആണ് രണ്ട് കമ്പോണന്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സി വാട്ട് മേ ബി ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ, വാട്ട് ഈസ് ദ അപ്രോപ്രിയേറ്റ് മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. ഏത് മിക്സ് ആണ്, ഡെറ്റ് ഇക്വിറ്റിയുടെ ഏത് മിക്സ് ആണ് കമ്പനിക്ക് നന്നാവുക എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദ സ്ട്രക്ചർ ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ബ്രേക്കപ്പ് ഓഫ് ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ബൈ ദ ഫേം. ഒരു കമ്പനിയിൽ എത്രമാത്രം ക്യാപിറ്റൽ ഉണ്ടോ അതിന്റെ ബ്രേക്കപ്പിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇക്വിറ്റി ഉണ്ടാകാം, പ്രിഫറൻസ് ഉണ്ടാകാം, ഡെബഞ്ചർ ഉണ്ടാകാം, ബോണ്ട് ഉണ്ടാകാം, ലോങ് ടേം ലോൺ ഉണ്ടാകാം, ഷോർട്ട് ടേം. വി വിൽ ബി ഹാവിംഗ് ഡിഫറെന്റ് കമ്പോണൻസ്. ഈ കമ്പോണൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ മെയിൻലി വി ഡിവൈഡ് ഇൻ ടു 2, ദാറ്റ് ഈസ് ഇക്വിറ്റി ആൻഡ് ഡെറ്റ് കേട്ടോ. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിൽ എന്തൊക്കെ ഉണ്ടാകാം? ഉടമസ്ഥന്റെ പണവും അതുപോലെ തന്നെ കടം വാങ്ങിയ പണവും ഉണ്ടായിരിക്കാം. ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ലോങ് ടേം ഡെറ്റ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കമ്പനിയുടെ ലോങ് ടേം അസറ്റ് ഫൈനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, ഡെറ്റ് ക്യാപിറ്റൽ എടുക്കുന്നത്. അപ്പോൾ കടം വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ലോങ് ടേം അസറ്റിന്റെ വാല്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോങ് ടേം അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങുന്ന ഡെറ്റിനെയാണ് നമ്മൾ ലോങ് ടേം ഡെറ്റ് എന്ന് പറയുന്നത്. Then the financing or capital structure decision is a significant managerial decision as it influences the shareholders' return and risk. നിങ്ങളുടെ ഫിനാൻസിങ് സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡെഫിനറ്റ് ആയിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിന്റെ ബേസിലാണ് നിങ്ങളുടെ ഉടമസ്ഥന്മാർ അവരുടെ വരുമാനം പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാനൊരു വലിയൊരു റിസ്ക് എടുക്കുകയാണെങ്കിൽ അതിന് അത്രമാത്രം വരുമാനം കിട്ടില്ലെങ്കിൽ ഞാൻ ആ റിസ്ക് എടുക്കില്ല എന്നതാണ് അതിൻ്റെ ഒരു പോളിസി. അപ്പോൾ ആ റിസ്ക് എടുക്കണമെങ്കിൽ അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ നിങ്ങളുടെ ഉടമസ്ഥന്മാർ ഓണേഴ്സ് ഇക്വിറ്റിയുടെ വരുമാനത്തിന്റെ എക്സ്പെക്ടേഷനെ അതെന്ത് ചെയ്തേക്കാം, അത് എഫക്ട് ചെയ്തേക്കാം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ അനുസരിച്ച് കൊണ്ട് തന്നെ കമ്പനിയുടെ എന്തുണ്ടാകാം, കമ്പനിയുടെ ക്യാപിറ്റലിന്റെ വില, അതായത് മാർക്കറ്റിൽ കമ്പനിയുടെ ഷെയറിന്റെ വില കുറയാനോ കൂടാനോ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നത്തെ ന്യൂസ് പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മണപ്പുറം ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഫിറ്റ് 67% കുറഞ്ഞ് 200 ചില്ലാനം കോടി രൂപയിലാണ് അവസാനിച്ചത്. അത് എന്താണ്, 50 പൈസ ഒരു ഷെയറിന് ഡിവിഡൻഡ് അവർ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കമ്പനിയുടെ ഷെയറിന്റെ വില 300 ചില്ലാനം റേഞ്ചിൽ നിന്ന് 270 വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ എന്താ നോക്കുകയാണോ മണപ്പുറത്തിനെ? അത് വാങ്ങി വെച്ചോട്ടെ ഞാൻ ആ ഫോണ്, അത് വേണ്ടേ കേട്ടോ.
274 മറ്റോ ആണ് അതിൻ്റെ ഇന്നത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അവർക്ക് ഇത് സംഭവിച്ചത് എന്നുള്ളത്. അതിനൊരു അനാലിസിസ് ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ പ്രഷർ അതിന് വരുന്നുണ്ട്. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അവർക്ക് ധാരാളം പണം മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനർത്ഥം ഡെപ്റ്റ് റേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാവും ഡെറ്റ് റേസ് ചെയ്യാൻ പറ്റാത്തത്? ഒന്ന്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇത്രമാത്രം റിസ്ക് എടുക്കാൻ സമ്മതിക്കുന്നുണ്ടാവില്ല. രണ്ട്, ഈ കമ്പനിക്ക് ഇത്രമാത്രം ഡെറ്റ് എടുത്താൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം ആർക്കുണ്ടാകാം? നിങ്ങൾക്ക് കടം തരുന്നവർക്കുണ്ടാകാം. ഇതിന്റെ ബാക്ക്ഡ്രോപ്പ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കും. മിസ്റ്റർ നന്ദകുമാർ, അതിൽ ഫൗണ്ടർ ആയിട്ടുള്ള ആള്, അദ്ദേഹം പറഞ്ഞത് എന്താണ്? എൻ്റെ മകൾ ഒരു ഡോക്ടറാണ്, മകൻ വിദേശത്താണ്. ഇവർ രണ്ടുപേർക്കും ഈ അടുത്ത ജനറേഷനിലേക്ക് മണപ്പുറം കൊണ്ടുപോകാൻ എന്തില്ല, താല്പര്യമില്ല. അല്ലെങ്കിൽ അവർ അതിൽ ഈ നന്ദകുമാർ എന്ന് പറയുന്ന അദ്ദേഹം എത്രമാത്രം ഫോക്കസ് ചെയ്തിരുന്നു അത്രമാത്രം ഫോക്കസ് ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേക്ക് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഷെയർ അദ്ദേഹം വിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഡ്രോപ്പിൽ എന്താണ്, അവർ ഏറ്റവും സീസൺഡ് ആയിട്ടുള്ള ഷെയർ ഹോൾഡർ എക്സിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ എന്തുണ്ടാവും? അവരുടെ റിസ്ക് പെർസെപ്ഷൻ വർദ്ധിക്കും. എന്ത് വർദ്ധിക്കും? റിസ്ക് പെർസെപ്ഷൻ വർദ്ധിക്കും. ആ റിസ്ക് പെർസെപ്ഷൻ വർദ്ധിക്കുമ്പോൾ എന്തുണ്ടാവും? നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങളുടെ ക്യാപിറ്റലിന്റെ വില കുറയും. കാരണം ആൾക്കാർ ഭയങ്കര റിസ്കി ആയിട്ട് വിചാരിക്കും. ആ റിസ്ക് നിങ്ങളുടെ പ്രോഫിറ്റ് പ്രഷർ വരുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് കുറയും, ഷെയറിന്റെ പ്രൈസ് കുറയും. കാരണം മൾട്ടിപ്പിൾ റീസൺസ് ക്യാൻ റിലേറ്റ് ടു ദ ഫാൾ ഓഫ്. ഞാൻ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാനല്ല പറഞ്ഞത്. നിങ്ങളുടെ ക്യാപിറ്റൽ ഡിസിഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ ആണ് നിങ്ങളുടെ ഷെയറിന്റെ പ്രൈസിനെ നിയന്ത്രിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കാനും പാടില്ല. അതിനോടൊപ്പം മറ്റു പല കാരണങ്ങളാകാം. ദ പ്രപ്പോസ്ഡ് എക്സിറ്റ് ഓഫ് നന്ദകുമാർ ക്യാൻ കോസ് ഷെയർ പ്രൈസ് ഫാൾ. പക്ഷെ വൺ ഓഫ് ദ റീസൺ എന്തായിരിക്കാം? പ്രഷർ ഇൻ ദ മാർക്കറ്റ് ദാറ്റ് നോബഡി ഈസ് റെഡി ടു ഗീവ്, അല്ലെങ്കിൽ ആസ് എക്സ്പെക്റ്റഡ് യു മേ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ഡെറ്റ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ പലപ്പോഴും ഈ ഡെപ്റ്റ് കൂടുതൽ എടുക്കുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് വേണം? കൂടുതൽ വരുമാനം കിട്ടണം എന്നവർ പ്രതീക്ഷിച്ചേക്കാം. അങ്ങനെ ഒരു വരുമാനം കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ ഈ റെസൊല്യൂഷൻസ് ഒന്നും നിങ്ങൾക്ക് അവിടെ പാസ്സാക്കാൻ പറ്റില്ല, ജനറൽ മീറ്റിംഗിൽ പാസ്സാക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒരു പ്രാക്ടിക്കൽ ഡിസിഷൻസ് ആണ്, നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡറുടെ ഡിസിഷനാണ്. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ഗർസ്റ്റൻബർഗ് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ക്യാപിറ്റലിന്റെ കോമ്പോസിഷൻ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്താണ്? കോമ്പോസിഷൻ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. വാൻ ഹോൺ പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് എ മിക്സ് ഓഫ് ഫേംസ് പെർമനന്റ് ലോങ് ടേം ഫിനാൻസിങ്. നിങ്ങൾ ദീർഘകാലത്തേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടി എവിടെ നിന്നൊക്കെയാണോ പണം വാങ്ങിയിട്ടുള്ളത് അതിന്റെ ബ്രേക്കപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ. അതന്നെയല്ലേ ക്യാപിറ്റൽ സ്ട്രക്ചർ? അതായത് നമ്മൾ ദീർഘകാലം നമ്മുടെ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, കമ്പനി വളർത്താൻ വേണ്ടി നമ്മൾ പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടാകാം. അതിന്റെ ബ്രേക്കപ്പ് അല്ലേ ക്യാപിറ്റൽ സ്ട്രക്ചർ? അത് ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആകാം, പ്രിഫറൻസ് ആകാം, ഡെറ്റ് ആകാം, ഡിബഞ്ചർ ആകാം, വാട്ട് എവർ ഇറ്റ് മേ ബി, അല്ലേ? ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ പലതരത്തിലുണ്ട്. ഒന്ന്, ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താ ഉണ്ടാവുക? ഡെപ്റ്റേ ഉണ്ടാവില്ല. അവരൊരിക്കലും എന്ത് ചെയ്യില്ല? കടം വാങ്ങില്ല. കടം വാങ്ങാതെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ, കടം വാങ്ങാതെ ബിസിനസ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? മീരൊരു അഭിപ്രായം പറഞ്ഞാമോ? തെറ്റാണ്. എന്തുകൊണ്ടറിയോ? കടം വാങ്ങാതെ ബിസിനസ് ചെയ്യുന്ന അതാണ് നമ്മുടെ ഒരു അവള് പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നുണ്ടാവുള്ളൂ. കടം വാങ്ങാതെ ബിസിനസ് ചെയ്യുന്നത് ഒരു കൺസർവേറ്റീവ് അപ്രോച്ച് ആണ്. അതിൽ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വളരാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വളരണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധനം വേണം, ലിവറേജ് വേണം. ഒരു വണ്ടി നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട സാധനത്തിന്റെ പേരെന്താ? ഒരു വണ്ടിയും ഒരു താക്കോലും ഫുൾ ടാങ്ക് എണ്ണയും നിങ്ങളുടെ കയ്യിൽ തരുന്നു. ആ വണ്ടി ഉപയോഗിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട സാധനം എന്താണ്? നിങ്ങൾ ആലോചിക്കണം. ഇത് ചിന്തിക്കണ്ടേ? ആക്സലേറ്റർ ആണ് ഉപയോഗിക്കേണ്ടത് വേഗം എത്താൻ? അതിനല്ലേ വേഗത്തെ ഉപയോഗിക്കേണ്ടത്? അല്ല, ലിവറേജ് ആണ് ഉപയോഗിക്കേണ്ടത്. ലിവർ ഏതാണ്? എന്ത് ലിവർ? ഗിയർ ലിവർ. നിങ്ങളുടെ ഗിയർ, ആ ഗിയർ കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ സ്പീഡ് കൂടുള്ളൂ. am I right or what? ഫസ്റ്റ് ഗിയറിലാണോ ഫിഫ്ത്ത് ഗിയറിലാണോ ഏറ്റവും സ്പീഡ് ഉണ്ടാവുക ഒരു വണ്ടിക്ക്? ഫിഫ്ത്ത് ഗിയറിലെ. അപ്പൊ നിങ്ങൾ ഗിയർ ഇടണം, ഗിയർ ലിവർ ഉപയോഗിക്കണം. ഗിയർ ലിവർ ഉപയോഗിക്കാൻ പറഞ്ഞ എന്താ അർത്ഥം? നിങ്ങൾ ലിവറേജ് ചെയ്യാണ്. എന്താ ലിവറേജ് ചെയ്യണത്? തിങ്ക് ഓഫ് യുവർ വെഹിക്കിൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഫസ്റ്റ് ഗിയറിൽ എന്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക. വാട്ട് വിൽ ബി മോർ ഇൻ ദ വെഹിക്കിൾ?
പവർ കൂടുതലായിരിക്കും, പക്ഷെ സ്പീഡ് കുറവായിരിക്കും, ഫ്യൂൽ എക്കണോമി കുറവായിരിക്കും. ആണോ അല്ലയോ? ഫിഫ്ത്ത് ഗിയറിലോ പവർ കുറവായിരിക്കും, സ്പീഡ് കൂടുതലായിരിക്കും, ഇക്കണോമി കൂടുതലായിരിക്കും. അങ്ങനെ തന്നെയല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ പവറിനെ കോംപ്രമൈസ് ചെയ്യുന്നു. ആരാ പവർ? ഇക്വിറ്റി ഷെയർ ഹോൾഡർ. ഫസ്റ്റ് ഗിയറിൽ പോണ വണ്ടിയാണ് ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. അയാള് മാക്സിമം പവർ ഉപയോഗിച്ച് പോകുന്നു, പക്ഷെ വളരെ മെല്ലെ പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരും എത്തിയിട്ട് 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളവിടെ കതച്ച് എത്തും. ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. അതേസമയം വെർട്ടിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചറോ പിരമിഡ് ക്യാപിറ്റൽ സ്ട്രക്ചറോ എന്താണ്? കുറച്ച് ഇക്വിറ്റി കൂടുതൽ ഡെറ്റ് ആണെങ്കിൽ എന്താണാവുക? എഞ്ചിന് പവർ ഒക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ പവറിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ സ്പീഡിനെ വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ വളരെ പെട്ടെന്ന് അവിടെ എത്തും. പക്ഷെ ആ സമയത്ത് ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻസോൾവൻസി, ഡിസൊല്യൂഷൻ. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ അടുപ്പിൽ വയ്ക്കുന്ന പാലിനെ കൊണ്ടോ, അല്ലെങ്കിൽ എഴുതുന്ന പെന്നിനെ കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയെ കൊണ്ടോ എല്ലാ കോർപ്പറേറ്റ് തിയറികളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് മാത്രം. വളരെ സിമ്പിൾ അല്ലേ? രണ്ടും ഒന്ന് തന്നെയല്ലേ? അപ്പൊ നമ്മൾ ആ പവർ ഇതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താണ്ടാവുക? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് തീരുമാനിച്ചേ നടക്കൂ. പക്ഷെ അവരുടെ കയ്യിൽ അത്രമാത്രം പൈസ ഉണ്ടാവണം. അവരുടെ കയ്യിലെ പൈസ ഉപയോഗിച്ച് മാത്രമല്ലേ കമ്പനി വളരുള്ളൂ. അപ്പൊ ആ വളർച്ചയ്ക്ക് എന്തുണ്ടാകാം? ഒരു ലിമിറ്റ് ഉണ്ടായേക്കാം കേട്ടോ. ഇതിന് വളരെ മെല്ലെ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ആകെ ഉള്ളത് എന്താണ്? അവരുടെ ഇക്വിറ്റിയും അതിൽ നിന്ന് അവർ കിട്ടുന്ന ലാഭവും അവരുടെ റിട്ടേൺഡ് ഏർണിങ്സും. സോ ഡെറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഫിനാൻഷ്യൽ ലിവറേജ് ഇല്ല. ഫിനാൻഷ്യൽ ലിവറേജ് ഇല്ലെങ്കിൽ എന്താണ്? ആ കമ്പനി വളരാൻ സാധ്യത കുറവാണ്. പക്ഷെ ഇവിടെ ഒരു സുഖം എന്താന്ന് വെച്ചാൽ ഈ കമ്പനിക്ക് എന്താണ്? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല, ഒരു അപകടം ഉണ്ടാവില്ല. കാരണം എന്താണ്? ആരും പണം ചോദിച്ചു വരില്ല, ആരും വീട്ടിലേക്ക് വരില്ല, ഒരു ടെൻഷനും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ശരിയല്ലേ? ഇപ്പൊ എന്നോട് ചോദിക്കൂ, ഞാൻ ഒരു സീറോ ഡെറ്റ് ആളാണ്. സീറോ ഡെറ്റ്. എനിക്ക് കടമില്ലാത്തൊരു മനുഷ്യനാണ്. ഞാൻ കടം എടുക്കാൻ പേടിക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ വളർന്നു വന്ന സാഹചര്യമാണ്. കാരണം പലരും ഇവിടെ വീട്ടിലും പോയിട്ടും 10 രൂപയ്ക്കും 50 രൂപയ്ക്കും നിന്നിട്ട് കുടുംബക്കാർ തന്നെ തരാതിരുന്നിട്ടുണ്ട്. മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ട്, നീ തിരിച്ചു തരുന്ന എന്താ ഉറപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്ക് കടം വാങ്ങുന്നത് എൻ്റെ ഈഗോയെ ഹർട്ട് ചെയ്യും. അപ്പൊ ഞാൻ കടം വാങ്ങില്ല. ഒരു ക്രെഡിറ്റ് കാർഡ് പോലും ഞാൻ എടുക്കില്ല. ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഇപ്പൊ ഞാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് ബാങ്കുകാർ കാല് പിടിച്ച് അയച്ചെന്താ. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇന്നത്തെ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഉപയോഗിക്കില്ല. അതെന്റെ ഈഗോയെ ഹർട്ട് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഞാനൊരു വീട് വെക്കുന്ന സമയത്ത് ഞാൻ ആ വീട് ഏത് പൈസ വെക്കാനക? എന്റെ പോക്കറ്റിലെ പൈസ വെക്കാൻ പറ്റും എനിക്ക്. കാരണം ഞാൻ എന്റെ ഇൻകം ടാക്സ് റിട്ടേൺ വെച്ചാൽ എനിക്കൊരു 4 കോടി ലോൺ എടുക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് 4 കോടി ലോൺ എടുത്ത് വീട് വെക്കാം. എനിക്ക് എന്റെ വരുമാനം തിരിച്ചടക്കാൻ പറ്റും. പക്ഷെ ഞാൻ ലോൺ എടുക്കില്ല. അപ്പൊ എന്റെ കയ്യിലുള്ള 1 കോടി ആണെങ്കിൽ 50 ലക്ഷം ആണെങ്കിൽ 15 ലക്ഷം ആണെങ്കിൽ ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വീട് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ വളർച്ച മനസ്സിലാവുണ്ടോ ഞാൻ പറയണേ? എന്റെ വളർച്ച കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? സ്ലോ ആയിരിക്കും, ബട്ട് സ്റ്റഡി ആയിരിക്കും. പക്ഷെ എനിക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ കാണാൻ കുറെ ആൾക്കാർ വരില്ല. എപ്പോഴാണ് ഒരാൾ മരിച്ചാൽ കുറെ ആൾക്കാർ കാണാൻ വരണേ? അവർക്ക് പൈസ ഇട്ടാണ്ടെങ്കിൽ, കുട്ടി ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, അച്ഛൻ നോക്കണേ എന്ന് പറയും. ആരും വരില്ല, ഒരു ടെൻഷനും ഇല്ല. മനസ്സിലാവുണ്ടോ? അതാണ് ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. Then when you come to vertical capital structure, what will happen? Vertical capital structure, the base structure എന്തായിരിക്കും? കുറച്ച് എന്തുണ്ടാവും? ഇക്വിറ്റി ഉണ്ടാകും. പിന്നീട് ആവശ്യത്തിനനുസരിച്ച് ചറവറോന്ന് ലോൺ എടുക്കും. ചില ആൾക്കാർ ജോലി കിട്ടി 3-ാമത്തെ മാസം ബെൻസ് കാറ് വാങ്ങും, 2-ാമത്തെ കൊല്ലം വീട് വെക്കും, 3 കൊല്ലം കഴിഞ്ഞാൽ കല്യാണം കഴിക്കും. ആ മാസത്തില് അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ബാങ്കോക്ക്, പട്ടായ, തായ്ലൻഡ്, സിംഗപ്പൂർ കറങ്ങാൻ നടക്കും. കണ്ടുണ്ടോ അങ്ങനത്തെ ആൾക്കാരെ? വളരെ ഫ്ലാംബോയന്റ് എന്ന് പറയും, ഫ്ലാംബോയന്റ്. പക്ഷെ ഇവർക്കൊരു അപകടമുണ്ട്. ഇവരുടെ വരുമാനം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും പിച്ചക്കാരാവും. ഇത് വെർട്ടിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ അപകടമാണ്. ഈ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ഈ യൂസ്ഡ് കാർ സെയില് ഷോറൂമുകൾ സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂരാണ് ആദ്യം. അതായത് IT സിറ്റികളാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ IT സിറ്റികൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിൽ ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനുമായിട്ടൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ ഒരു 5 years 10 years ബാക്കൊക്കെ ഭയങ്കര രസമായിരുന്നു.
അവർക്കൊക്കെ ഒരു 60,000-70,000 ശമ്പളം ജോലി കിട്ടും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 1.5 ലക്ഷം രൂപയൊക്കെ ശമ്പളം ആവുമ്പോൾ അവർ വിചാരിക്കും എന്തിനാ ഞാൻ വെറുതെ ഈ മാരുതിയും ടാറ്റയൊക്കെ വാങ്ങിയേക്കാം, ഒരു ബെൻസ് അല്ലെങ്കിൽ ഓടി ഒരു വാങ്ങും. ഒരു 2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളിൽ നിന്ന് മാക്സിമം നിങ്ങളുടെ കമ്പനി ഊറ്റിയിട്ടുണ്ടാവും. ഇതേ പണി ഇതിനേക്കാട്ടിലും കുറഞ്ഞ പൈസക്ക് ചെയ്യാനുള്ള ആൾക്കാർ മാർക്കറ്റിൽ വന്നിട്ടുണ്ടാവും. പുതിയ ആൾക്കാർ പാസ്സായി വരല്ലേ, മത്സരം കൂടല്ലേ. ഞാൻ എന്ത് ചെയ്യും, ഈ പണിയെടുക്കാൻ വേറെ പുതിയ ആളെ ഇതിനേക്കാട്ടിലും പകുതി ശമ്പളത്തിൽ കൊണ്ടുവരും. നിങ്ങളെ എങ്ങനെ ലേ ഓഫ് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യും. നിങ്ങളെ ടെർമിനേറ്റ് ചെയ്താൽ പിന്നെ ഓടിയുടെ അടവടക്കണ്ടല്ലോ അല്ലേ? അടക്കണോ? ഓടിയുടെ അടവടക്കണ്ടേ? ബെൻസിന്റെ അടവടക്കണ്ടേ? ബെൻസിന്റെ അടവടച്ചില്ലെങ്കിൽ ബെൻസ് അടവെടുക്കും. എന്താണ് അത്? പിടിച്ചെടുക്കും. ബെൻസിന് ഈ കാറ് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കിത് വിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബെൻസൊക്കെ ചറവറാന്ന് വിറ്റ് പോകും, നമ്മൾ പാർലേജി വിറ്റ് പോണ പോലെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ കൊടുക്കും, ഒരു ബ്രോക്കറുടെ കയ്യിൽ കൊടുക്കും. ഈ ബ്രോക്കർക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടാവും. അയാൾ എന്ത് ചെയ്യും? ഒരു പറമ്പ് വാടകയ്ക്ക് എടുത്ത് ആ പറമ്പിൽ കൂടെ നിർത്തിക്കോളാൻ പറയും, ഞാൻ വിറ്റോളാന്ന് പറയും. അതാണ് ഈ യൂസ്ഡ് കാർ ഷോറൂം എന്ന് പറഞ്ഞ കലാപരിപാടി. ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് കാണാം, എല്ലാ ടോപ്പ് ബ്രാൻഡും കാണാൻ പറ്റും. അതെന്തുകൊണ്ടാ? അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? വെർട്ടിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. കുറച്ച് ക്യാപിറ്റലേ ഉള്ളൂ, ധാരാളം എന്താണ്? ലോണാണ്. എല്ലാം നന്നായിട്ട് പോവാണെങ്കിൽ സൂപ്പറാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു ഹമ്പ് വരികയാണെങ്കിൽ, എവിടെയെങ്കിലും ഇടിച്ചു നിന്നാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും തിരിച്ച് സീറോയിലേക്ക് പോകും. മനസ്സിലായ? വെർട്ടിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്ടാവുക? കുറച്ച് ക്യാപിറ്റലും കൂടുതൽ ഡെറ്റുമാണ്. ഇത് അപകടമാണോ? ഇത് അപകടമാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ദ ബേസ് ഫൗണ്ടേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇക്വിറ്റി ഉണ്ടാക്കും. അതിന്റെ മുകളിൽ ഒരു സൂപ്പർ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്ത്? പ്രിഫറൻസും ഡെറ്റും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു സൂപ്പർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. ഈ ഇൻക്രിമെന്റൽ അഡീഷൻ നമ്മൾ എന്താണ്? മെയിൻ ആയിട്ടും ഡെറ്റ് ആയിട്ടാണ്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നൊക്കെ ഡെറ്റ് ആയിട്ടാണ്. ദെൻ ഇതിലെ റിട്ടേൺ ഏർണിങ്സും കമ്പാരിറ്റീവ്ലി ലോ ആവും. കാരണം എന്താണ്? കിട്ടുന്ന പൈസ മുഴുവൻ പലിശ കൊടുക്കാനും ഡിവിഡൻഡ് കൊടുക്കാനേ തികയത്തുള്ളൂ. അപ്പൊ എന്തുണ്ടാവില്ല? പ്രോഫിറ്റിൽ നിന്ന് പണം മാറ്റി വെക്കാൻ സാധിക്കില്ല. ഹൊറിസോണ്ടൽ സ്ട്രക്ചറിൽ എന്താണ്? ധാരാളം റിട്ടേൺ ഏർണിങ്സ് ഉണ്ടാവും. എന്നാൽ വെർട്ടിക്കൽ സ്ട്രക്ചറിൽ എന്തുണ്ടാവുക? റിട്ടേൺ ഏർണിങ്സ് ഒന്നും ഉണ്ടാവില്ല. കിട്ടുന്ന പൈസ മുഴുവൻ കടം കൊടുക്കാനേ തികയുള്ളൂ. അപ്പൊ എന്തായി? അതിന് റിട്ടേൺ ഏർണിങ്സ് ഉണ്ടാകാനും സാധ്യതയില്ല. ഇതിന്റെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഭയങ്കര കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഈ ഷെയർ ഹോൾഡേഴ്സ് നിങ്ങളുടെ കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഡെറ്റ് നിങ്ങൾ വാങ്ങുന്നത് കൊണ്ട് അവർക്ക് റിസ്ക് പെർസ്പെക്റ്റീവ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അവർക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം അവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അവർ ആ ഷെയർ വിറ്റ് പോകും. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ മാക്സിമം ഡിവിഡൻഡ് കൊടുക്കുകയും വേണം. സോ ദർ വിൽ നോട്ട് ബി എനി റിട്ടേൺ ഏർണിങ്സ്, ഓർ ദർ വിൽ ബി ഓൺലി എ ലോ എമൗണ്ട് ഓഫ് റിട്ടേൺ ഏർണിങ്സ് ഇൻ സച്ച് കമ്പനി. ഈ ഹൈ കമ്പോണന്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത് കൊണ്ട് ഫിനാൻഷ്യൽ റിസ്ക് വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ട്രക്ചർ അൺസ്റ്റേബിൾ ആയിട്ട് മാറുന്നു. The firm, because of relatively lesser component of equity capital, is vulnerable to hostile takeover. ഈ കമ്പനികളിൽ വളരെ കുറച്ച് ഇക്വിറ്റി ക്യാപിറ്റലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിനെന്ത് ചെയ്യാം? എന്താ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ? ഹോസ്റ്റൈൽ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കമ്പനിയെ ആരെങ്കിലും ഏറ്റെടുത്ത് കളയും, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പോകും. അപ്പോൾ ഒരു വെർട്ടിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അടിപൊളി സ്ട്രക്ചർ ആണോ? അല്ല. അപ്പോൾ ഹൊറിസോണ്ടൽ അടിപൊളിയാണോ? അല്ല. ഹോറിസോണ്ടലും അടിപൊളിയല്ല. ഹോറിസോണ്ടൽ എങ്ങനെ അടിപൊളിയാവുക? ഇല്ല, അടിപൊളിയാവില്ല. ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവുമോ? ഇല്ല. ആരോഗ്യം ഉണ്ടാവുക ഈ പ്രോട്ടീൻ കഴിച്ചാൽ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഹോറിസോണ്ടലും ശരിയല്ല, വെർട്ടിക്കലും ശരിയല്ല. അപ്പൊ അതിന്റെ ഇടയിൽ ആരും നിൽക്കുന്നുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. ആയിട്ടില്ല, ഇതൊന്നും ആയിട്ടില്ല. നമ്മള് അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്താ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം ഞാൻ പറയാൻ പറ്റില്ല, ഇതിലില്ല. അതായത് ഒരു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനം ഇല്ല. ഫോർ മീ ചോറാണ് എനിക്കിഷ്ടം. That doesn't mean that എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ചോറാണ് ഇഷ്ടം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഒരു കമ്പനിയുടെ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ വേറൊരു കമ്പനിയുടെ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ആകണമെന്നുണ്ടോ? അപ്പൊ അതൊരു കേസ് ടു കേസ് ബേസിസ് ആണ്. അപ്പൊ വി ആർ നോട്ട് ഗോയിങ് ടു ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് എ റിസൾട്ട് ഈസ് ദർ. രാജു സാർ ഇത് കഴിഞ്ഞിട്ടാണ് പറയാല്ലേ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ 20% ഡെറ്റ്, 30% ഇക്വിറ്റി, 10% പ്രിഫറൻസ്. അതൊന്നും നമുക്കില്ല പറയാൻ. അങ്ങനെ ഒരു സാധനമില്ല. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മളുടെ റിസ്ക് ആപ്പിറ്റൈറ്റ്. ഫോർ മീ, ഐ ആം അറ്റ് ദ ഏജ് ഓഫ് 52. എന്റെ റിസ്ക് ആപ്പിറ്റൈറ്റ് വേറെ അല്ലേ? എന്റെ റിക്വയർമെന്റ് വേറെ അല്ലേ? അറ്റ് ദ ഏജ് ഓഫ് 20 അർഷിദിന്റെ റിസ്ക് ആപ്പിറ്റൈറ്റ് വേറെ അല്ലേ? നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി വേറെ അല്ലേ? അപ്പോൾ ഡെഫിനറ്റ്ലി ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്. വെൻ യു ഗോ ഇൻ ടു എ കോർപ്പറേറ്റ്, ഹൗ യു ആർ ഗോയിങ് ടു ഹെൽപ്പ് ദ മാനേജ്മെന്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഹെൽപ്പ് ദം ഹൗ ടു ഫൈൻ ട്യൂൺ ദെയർ ക്യാപിറ്റൽ സ്ട്രക്ചർ. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കണം കേട്ടോ. ദെൻ
പിരമിഡ് ഷേപ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. പിരമിഡ് എങ്ങനെ ഉണ്ടാവുക? അപ്പൊ അതിലെന്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക? പിരമിഡ് ഷേപ്പില്. അവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, പിരമിഡ് ഷേപ്പ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറഞ്ഞാൽ എന്താണ്? അതിൽ ഒരു ഇക്വിറ്റി ഉണ്ടാകും, റിട്ടേൺ ഏർണിംഗ്സ് ഉണ്ടായിരിക്കും. ആ റിട്ടേൺ ഏർണിംഗ്സ് തിരിച്ച് ക്യാപിറ്റലിലേക്ക് ഇടും. ദ കോസ്റ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ദ റിട്ടേൺ ഏർണിംഗ്സ് യൂഷ്വലി ലോവർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഡെറ്റ്. ഈ പിരമിഡ് ഷേപ്പ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അടിയിലെ പിരമിഡിന്റെ ഏറ്റവും അടിഭാഗമല്ലേ വലുതുണ്ടാവുക? ആ ഭാഗം മുഴുവൻ ക്യാപിറ്റൽ ആയിരിക്കും. പിന്നെ അങ്ങോട്ട് ആവശ്യമുള്ളത് കുറേശ്ശെ ഡെറ്റ് എടുക്കും. അതായത് മോർ ഇക്വിറ്റി ആൻഡ് ലെസർ ഡെറ്റ്, ബട്ട് ദർ ഇസ് എ ഡെറ്റ്. അപ്പൊ അവിടെ എന്തായിരിക്കും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. മാക്സിമം പൈസ ആരാ തന്നെ? ഷെയർ ഹോൾഡേഴ്സ്. കുറച്ച് പൈസ മാത്രമാണ് അവർ ലോൺ എടുത്തിട്ടുള്ളത്. ഓക്കെ, കുഴപ്പമില്ല. ദെൻ അടുത്തത് ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ. എന്താ ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ? തലതിരിഞ്ഞു കിടക്കുന്ന പിരമിഡ്. അപ്പൊ എങ്ങനെ ഉണ്ടാവുക? അടിഭാഗത്ത് എന്തുണ്ടാവും? ഇക്വിറ്റി. ആ കോർണറിൽ കുറച്ച്, ബാക്കി മുഴുവൻ എന്തായിരിക്കും? വെർട്ടിക്കലിന്റെ പിതാവാണിത്. ഏത്? ഈ ഇൻവേർട്ടഡ് പിരമിഡ്. അപ്പൊ അവിടെ എന്തുണ്ടാവുക? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും, ഡെറ്റിന്റെ കമ്പോണന്റ് കൂടും, റിസ്ക് കൂടും. എന്തായാലും പിരമിഡിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഏത് രാജ്യമാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നത്? ഈജിപ്തിലാണ് പിരമിഡ് ഉള്ളത്, അല്ലെ? ഈ പിരമിഡുകളുടെ നഗരം എന്നാണ് ഈജിപ്ത്, അല്ലെങ്കിൽ രാജ്യം എന്നാണ് ഈജിപ്ത് അറിയപ്പെടുന്നത്. അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ്. അതാണ് ആദ്യത്തെ ട്രാജഡി. ഈജിപ്ത് അല്ല പിരമിഡിന്റെ നഗരം. അത് നമ്മളെ പഠിപ്പിച്ച് തെറ്റിച്ചതാണ്. സുഡാനാണ്. ഈജിപ്തിൽ എത്രമാത്രം പിരമിഡ് ഉണ്ടോ അതിന്റെ എത്രയോ മടങ്ങ് പിരമിഡുകൾ എവിടെയുണ്ട്? സുഡാനിലുണ്ട്. ഈജിപ്തിലെയും സുഡാനിലെയും ഒരാളുടെ മറവ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അത്രേ ഉള്ളൂ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ സുഡാനിലുള്ള പിരമിഡുകളെല്ലാം കമ്പാരേറ്റീവ്ലി ചെറുതാണ്. അതായത് ഈജിപ്തിലുള്ളത് പോലെ എന്താണ് പറയില്ലേ, അയാളുടെ റാംസേ അങ്ങനെ ഒരാളല്ലേ? അല്ലല്ല, അദ്ദേഹത്തിന്റെ അങ്ങനല്ലേ? ഫറവോ അല്ല, ഒരു രാംസേ എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. ആ രാജാവിനെയാണ് കത്തിയോണ്ട് ഇവിടെ കുത്തിട്ടാ കൊന്നെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അയാളുടെ ശരീരമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിരമിഡ്. അപ്പൊ അങ്ങനെയുള്ള സൈസിലുള്ള പിരമിഡാണ് ഈജിപ്തിലുള്ളത്. പക്ഷെ അത്രയും സൈസ് ഇല്ല എവിടെ? സുഡാനില്. പക്ഷെ ലാർജ് നമ്പർ ഓഫ് പിരമിഡ് ഉണ്ട്. ഈജിപ്ത് അത് കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്തു. പിരമിഡ് കൊണ്ട് മാത്രം വിജയിച്ച ഒരു രാജ്യമാണ് ആര്? ഈജിപ്ത്. സുഡാൻ പിരമിഡ് ഒന്നും അറിഞ്ഞില്ല, അവർ യുദ്ധം ചെയ്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വ്യത്യാസം. ഇപ്പൊ കുറെ കഴിവുള്ളതുകൊണ്ടൊന്നും നമ്മൾ നേരെ ആവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഉപയോഗിക്കാൻ അറിയണം എന്നാ പറഞ്ഞത്. ഒരു 10, 12, 15 പിരമിഡുള്ള ഈജിപ്ത് അത് കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് ആൾക്കാരെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് ആ കെയ്റോ എന്ന നഗരത്തിന് 4 പുറം ആൾക്കാരെ ട്രാവൽ ചെയ്യും. ഈജിപ്ത് അത്ര സേഫ് രാജ്യമൊന്നുമല്ല. ബട്ട് സ്റ്റിൽ അവർ അതിന്റെ പണം മുഴുവൻ ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? ഈ പിരമിഡ് ടൂറിസം വെച്ചിട്ടാണ്. സുഡാനിൽ ഇതൊന്നും നോക്കാൻ സമയമില്ല. അവിടെ എന്താണ്? പരസ്പര അടിയാണ്. ബോക്കോ ഹറാം അങ്ങനെയൊക്കെ കുറെ ടീമുകളുണ്ട്. അവർ തമ്മിൽ പൊരിഞ്ഞടിയാണ്. ഈ അടിയുടെ ഇടയിൽ പിരമിഡൊക്കെ അപ്പുറത്തുണ്ട്. ആരും അവിടേക്ക് ട്രാവലിന് പോകുന്നില്ല. ഒരു വൺ ഫൈൻ ഡേ മോർണിംഗ് അവരെങ്ങാനും തിരിച്ച് തീരുമാനിക്കുകയാണ് നമ്മൾ ഈ അടി ഒന്ന് നിർത്താം, ഒന്ന് ശ്വാസം വിട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കാൻ, തല്ലിട്ട് എവിടെ പോകാനാ? ഒരു കാര്യമില്ല, നമുക്ക് നോക്കിക്കളാന്ന് വെച്ചാൽ സുഡാൻ ചിലപ്പോൾ ഈജിപ്തിനേക്കാളും വലുതാവും. സിഗ്നിഫിക്കൻസ് ഓഫ് എന്താ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞേ? നിങ്ങളുടെ അടിപൊളി ഇൻഫർമേഷൻ നല്ലൊരു ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ വിജയിക്കണമെന്നില്ല. കൂടുതൽ ഡെറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആ ഡെറ്റ് കറക്റ്റായിട്ട് തിരിച്ചടക്കാൻ പറ്റില്ലെങ്കിൽ കമ്പനി പൊളിച്ചു കളയും. കൂടുതൽ ഇക്വിറ്റി ഉണ്ടെങ്കിൽ റിസ്ക് ഇല്ലാതെ ബിസിനസ് ചെയ്യാം. പക്ഷെ കൂടുതൽ ഇക്വിറ്റി ആണുള്ള കമ്പനി ആണെങ്കിൽ അവർക്ക് ആവശ്യത്തിന് പണം കണ്ടെത്താൻ സാധിക്കില്ല, പുതിയ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഹോറിസോണ്ടലും വെർട്ടിക്കലും പിരമിഡും ഇൻവെർട്ടഡ് പിരമിഡും ഒന്നും ഒരു പ്രോപ്പർ ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ല. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആകുന്നത്? ഇറ്റ് അഫക്ട്സ് ഫേം സ്ട്രാറ്റജി. ആ ഫേമിന്റെ സ്ട്രാറ്റജിയെ ക്യാപിറ്റൽ സ്ട്രക്ചർ ബാധിക്കുന്നു. കാരണം എന്താണ്? അഗ്രസീവ് ആയിട്ടൊരു ആളാണെന്ന് കൂട്ടെ, അഗ്രസീവ്, അയാൾക്ക് എന്ത് വേണം? കൂടുതൽ ഡെറ്റ് വേണം, എന്നാലേ അയാൾക്ക് അഗ്രഷൻ കിട്ടുള്ളൂ. ഇപ്പോ ഈ അതിൽ നിങ്ങൾ ഇപ്പൊ നമ്മുടെ അഭിനവ് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഭയങ്കര സ്പീഡിൽ ഓടിക്കാൻ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ അതിൽ ഏത് ഗിയറിലിടണം? എപ്പോഴും ഫസ്റ്റ് ഗിയറിലിടണോ, ഫിഫ്ത്ത് ഗിയറിലിടണോ? ഫിഫ്ത്ത് ഗിയറിലിടണം. ആ ഫിഫ്ത്ത് ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ എന്താ? കൂടുതൽ ഡെറ്റും കുറച്ച് ഇക്വിറ്റി, അല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി, ഹൗ ഫാസ്റ്റ് യു ആർ ഗോയിങ് ടു ക്യാപ്ചർ ദ മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു സീസണൽ ബിസിനസ് ആണ്, അല്ലെങ്കിൽ അടുത്ത 1-2 വർഷം ചാറ്റ് GPT പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നിങ്ങളുടെ ബിസിനസ് മോഡൽ. അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്പീഡിൽ വളരണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം? കൂടുതൽ ഡെപ്റ്റ് വേണം. വളരെ കൺസർവേറ്റീവ് ആണ് ടാറ്റ മോട്ടോഴ്സ്. അവരെന്താ ചെയ്യുക?
അവർ ഡെറ്റ് വേണ്ടവർക്ക്. കാരണം എന്താണ്, അവർക്ക് കുറെ ഡെറ്റ് എടുത്തില്ലെങ്കിലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അവർക്ക് ഒരു പിരമിഡ് സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു 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 മിഡിൽ വെർട്ടിക്കൽ സ്ട്രക്ചറോ അവർക്ക് സർവൈവലിന് സഹായിക്കും. കാരണം എന്താണ്, അവർ കൺസർവേറ്റീവ് ആണ്. So there are aggressive companies and conservative companies. Depending upon the strategy, the capital structure is important. Give some example. അതാണ് പറയുന്നത്, അതിനായിട്ട് എക്സാമ്പിൾ തരണം. Then അടുത്തത്, it is an indicator of the risk profile of the firm. ഒരു കമ്പനിക്ക് എത്രമാത്രം റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കിയാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കമ്പനിയിൽ 100 രൂപ ഇക്വിറ്റി ഉണ്ട്, 1000 രൂപ ഡെറ്റ് ഉണ്ട്. നമ്മൾ ആ കായിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളെന്താ നോക്കണ്ടേ? 1000 രൂപ ഡെറ്റ് ഉണ്ട്, ഈ പണം തിരിച്ചടയ്ക്കണം, ഇതിന്റെ പലിശ കൊടുക്കണം, ചെലവ് നടത്തിയിട്ട് ബാക്കി പൈസ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ കേട്ടോ. ആ കമ്പനിയുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കാൻ അതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മളെ സഹായിക്കുന്നു. അത്രമാത്രം ഹൈലി റിസ്ക്, ഡെറ്റ് കൂടുന്നതിനനുസരിച്ച് റിസ്ക് കൂടും. ആ റിസ്ക് കൂടുമ്പോൾ ഞാൻ എന്താ പറയാ, കുട്ടിയെ നിങ്ങളുടെ കമ്പനിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്താൽ തിരിച്ചു കിട്ടണമെന്നൊരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിച്ച മാത്രം റിട്ടേൺ തരാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ പൈസ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താ ചെയ്യുക, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ ചെയ്യുക, കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. അതായത് ഹൈ ഡെറ്റ് മീൻസ് ഹൈ ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതെന്തിനാ ഞാൻ അങ്ങനെ ഈ പറയണമെന്ന് വെച്ചാൽ, മൂന്ന് ക്ലാസ്സുകൾക്ക് മുമ്പ് CFMന്റെ ക്ലാസ്സിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഏതാണ് ചെലവ് കുറഞ്ഞ ക്യാപിറ്റൽ? ഡെറ്റാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ക്യാപിറ്റൽ ഏതാണ്? ഡെറ്റാണ്. ഏറ്റവും ചെലവ് കൂടിയ ക്യാപിറ്റൽ ഏതാണ്? ഇക്വിറ്റിയാണ്. അതെന്തുകൊണ്ടാ ചെലവ് കൂടണത് എന്നപ്പോ ഞാൻ ഇപ്പൊ പറയണേ. ആ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ദ ഡെറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ പോലും അതിന്റെ പ്രപ്പോർഷൻ ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാൻ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെക്ടഡ് ബൈ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. Then it acts as a tax management tool. നമ്മൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താ എഴുതുക? ഇൻട്രസ്റ്റ് ബ്രാക്കറ്റില് 1 മൈനസ് ടാക്സ് എന്ന് എഴുതും. ഡിവിഡൻഡ് ആണെങ്കിൽ എന്താ എഴുതുക? ഡിവിഡൻഡ് ബ്രാക്കറ്റില് 1 പ്ലസ് ടാക്സ് എന്ന് എഴുതും. അതെന്തുകൊണ്ട് അങ്ങനെ എഴുതണേ? ഇൻട്രസ്റ്റിന് നമുക്ക് എന്തുണ്ട്, നമുക്ക് എക്സ്പെൻസ് ആയി എഴുതി തള്ളാൻ പറ്റും, അതിനൊരു ടാക്സ് റിഡക്ഷൻ ഇമ്പാക്റ്റ് ഉണ്ട്. എന്നാൽ ഡിവിഡൻഡ് ടാക്സ് കൊടുത്തതിന് ശേഷം നമ്മളുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് കൊടുക്കുന്നത്. അതിനൊരു ടാക്സ് ഇമ്പാക്റ്റ് ഇല്ല. സേ ഫോർ എക്സാമ്പിൾ, ഒരു ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് എഴുതി തള്ളും നിങ്ങൾ. എന്നാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ ചെലവല്ല. ചെലവാണോ അത്? അതെന്താണ്? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലേ? ഡിവിസിബിൾ പ്രോഫിറ്റ് വീതിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഇൻട്രസ്റ്റിനൊക്കെ നമ്മൾ എങ്ങനെ കണക്കാക്കുക? ഇൻട്രസ്റ്റിന്റെ ഇമ്പാക്ട് കണക്കാക്കുന്നത് ഇൻട്രസ്റ്റ് മൈനസ് ടാക്സ് ആണ്. ഡിവിഡൻഡിന്റെ ഇമ്പാക്ട് കണക്കാക്കുമ്പോൾ എന്താണ്? ഡിവിഡൻഡ് പ്ലസ്, കാരണം ടാക്സും കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മൾ കമ്പനി 500 രൂപ ഡിവിഡൻഡ് കൊടുത്തു, 40% എന്ത് ടാക്സ്, കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 500 രൂപ എത്രയാണ്? ഏതോ ഒരു എമൗണ്ടിന്റെ 60% അല്ലേ? അപ്പൊ 500 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 1 പ്ലസ് ടാക്സ്, അതേ പ്ലസ് ടാക്സ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റിയൽ. മനസ്സിലാവുണ്ടോ? ഞാൻ പറയാം, കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ബ്രൈറ്റൻ ദ ഇമേജ് ഓഫ് ദ ഫേം. നിങ്ങളുടെ ഇമേജിനെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് സാധിക്കും? നിങ്ങൾക്ക് ഡെറ്റും ക്യാപിറ്റലും ഉപയോഗിക്കാം. എപ്പോഴാണ്? ഡെറ്റ് മാത്രം ഉപയോഗിക്കുന്ന കമ്പനി ആണെങ്കിൽ ഭയങ്കര അഗ്രസീവാട്ടോ, ഉമ്മാരെ വിശ്വസിക്കാൻ പറ്റില്ല, എന്തെപ്പോഴാ ചെയ്യുന്ന ഒരു പിടിയിലാട്ടോ, പുതിയ പുതിയ പ്രോഡക്റ്റ് വന്നുകൊണ്ടേയിരിക്കും, ഭയങ്കര. അങ്ങനെ തന്നെയല്ലേ പറയാ? അല്ലേ പറയാ? അതേ സമയം ഒരു കൺസർവേറ്റീവ് ഇക്വിറ്റി കൺസേൺ എന്തായാലും ഒരു കുഴപ്പമില്ല, പണം ഇറക്കിയ പണം പോകില്ല, അവിടെ കിടക്കും, വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല നീ, പക്ഷേ നഷ്ടം വരില്ല, കമ്പനി പൂട്ടില്ല. ഇതൊരു ഇമേജ് അല്ലേ? ആണോ? ഇതൊരു ഇമേജാണ്. ആ ഇമേജ് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് സഹായിക്കും, അല്ലെങ്കിൽ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നു നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ. 2 തരത്തിലാ ചിന്തിക്കുക. ശരണ്യക്ക് ചിലപ്പോൾ ഭയങ്കര അഗ്രസീവ് ആയി പെട്ടെന്ന് പൈസ ഉണ്ടാക്കണമെന്നാവും. അപ്പൊ ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക? കുറച്ച് ഇക്വിറ്റിയും കൂടുതൽ ഡെറ്റും. നിങ്ങൾ പറയാണ്, അല്ല കുഴപ്പമില്ല, എൻ്റെ പൈസ 10-20 കൊല്ലം കഴിഞ്ഞ് കിട്ടിയാലും കുഴപ്പമില്ല, ഇപ്പൊ നഷ്ടം വന്നോട്ടെ കുഴപ്പമില്ല, ഒരു 10-20 കൊല്ലം കൊണ്ട് എനിക്ക് ലാഭം കിട്ടുമോ? എന്തുകൊണ്ട് ആൾക്കാർ പ്രിഡോമിനൻ്റ്ലി പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അറിയോ നിങ്ങൾക്ക്? ഇതാണ് റീസൺ. അവർ കൺസർവേറ്റീവ് ആണ്. അവർ ആൾക്കാർക്ക് പണം കടം കൊടുത്തില്ല, ഇൻട്രസ്റ്റിന് പണം കടം കൊടുത്തില്ല. അവരെന്ത് ചെയ്തു? എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ കൂടുതൽ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? കൺസർവേറ്റീവ് ആയതുകൊണ്ടാണ്. റിസ്ക് എടുക്കാൻ വയ്യ പോയി. കാരണം കമ്പനികൾക്ക് കൊടുത്ത് അവർ എങ്ങനെയെങ്കിലും നശിപ്പിച്ചെന്ന് എന്താ ചെയ്യാ നമ്മള്?
ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിലെ ക്യാപിറ്റൽ മാർക്കറ്റ് വളരുന്നത്. ആ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ മാർക്കറ്റ് വളരുന്നത്, അല്ലേ? അടുത്ത ആരാ വരുന്നത്? ലെൻസ്കാർട്ട് IPO വരുന്നു. 3928 കോടി രൂപയാണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് മാത്രം അവർ റേസ് ചെയ്തത്. വെറും ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന്. കണ്ണട വെക്കണ കമ്പനിയുടെ കാര്യമാണ് ഞാൻ ഈ പറയണേ. നമ്മുടെ നാട്ടിൽ എന്തോരം കണ്ണട കമ്പനികളുണ്ട്, കണ്ണട കടകളുണ്ട്, അല്ലേ? ഈ കണ്ണട മാത്രം വെക്കുന്ന ഒരു കമ്പനി ലെൻസ്കാർട്ട് എന്ന് പറയുന്ന കമ്പനി വെറും ആങ്കർ ഇൻവെസ്റ്ററിൽ നിന്ന് മാത്രം 3930 കോടിയോളം രൂപ റേസ് ചെയ്തു. ഒരു 4,000 to 5,000 crores IPO വരുന്നു. തിങ്ക് ഓഫ് ഇറ്റ്. ഗ്രോഡ് IPO വരുന്നു, അല്ലേ? വെറും ചുമ്മാ ഒരു ഷെയറും മ്യൂച്വൽ ഫണ്ടൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതിന്റെ IPO വരുന്നു. ഇങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ പെർസ്പെക്ഷൻ, അതായത് റിസ്ക് പെർസ്പെക്റ്റീവിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. നമ്മുടെ മാർക്കറ്റ് വളരെ ഡെവലപ്പ് ആയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ മാർക്കറ്റ് റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണെന്നും കമ്പനിയുടെ റിസ്ക് മാത്രം നോക്കിയാൽ മതിയെന്നും എന്നൊരു വിശ്വാസം വന്നതുകൊണ്ടാണ് ഈ ഷെയർ മാർക്കറ്റിൽ പൈസ വരുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു കമ്പനിയുടെ ഇമേജ് വർദ്ധിക്കാൻ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറെ സഹായിക്കുന്നു. ക്യാപിറ്റൽ സ്ട്രക്ചർ വിസാവിസ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഫിനാൻസിങ് സ്ട്രക്ചർ മനസ്സിലാക്കാം. ഇൻ എഞ്ചിനീയറിംഗ് ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രൂപം എന്നാണ് അർത്ഥം, അല്ലെ? അതൊരു രൂപമാണ്. ഫിനാൻഷ്യൽ ടേംസിൽ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കമ്പോണൻസ് ഓഫ് ഫിനാൻസ് ആണ് ഒരു ഓർഗനൈസേഷൻ ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനിയെ ഫിനാൻസ് ചെയ്യുന്ന ഫണ്ടിങ്ങില് ഏതൊക്കെ കമ്പോണന്റ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ? In simple terms, financial structure consists of all assets, liabilities and capital. നമ്മുടെ അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും ഒക്കെ എന്താണ്? ആ ഫിനാൻഷ്യൽ സ്ട്രക്ചറിലുണ്ട്. Then the manner in which organizations assets are financed is referred as financial structure. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഫണ്ട് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. സോ ഫോർ എക്സാമ്പിൾ ഇക്വിറ്റി, പ്രിഫറൻസ്, ഡെറ്റ്, ഇതെന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ഒരു ഡെറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഫണ്ട് ചെയ്തിട്ടുള്ളത്? ഡെറ്റ് തന്നെ പലതും, ഡിബഞ്ചർ ഉണ്ടാകാം, ബോണ്ട് ഉണ്ടാകാം, ലോൺ ഉണ്ടാകാം, ഇതൊക്കെ എന്താണ്? ഫിനാൻഷ്യൽ കമ്പോണൻസ് ഓഫ് ദ സ്ട്രക്ചർ ആണ് എന്ത്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ. എങ്കിൽ ആ സ്ട്രക്ചർ ആണ് നമ്മൾ എന്ത് പറയാം? നമ്മളല്ലേ വീടും റൂമുകളും. വീടാണ് വീടിന്റെ ഔട്ടർ സ്ട്രക്ചർ, അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. പക്ഷെ ആ വീട്ടിൽ എന്തൊക്കെ ഉണ്ട്? ഒരു നടുമുറ്റുണ്ട്, 3 ബെഡ്റൂം ഉണ്ട്, ഒരു ഹാൾ ഉണ്ട്, ഒരു കിച്ചൺ ഉണ്ട്. ഇതെന്താണ്? അതിന്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണ്. Then if you look at the balance sheet of the company, the entire left hand side, എന്താണ് ബാലൻസ് ഷീറ്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡില്? കമ്പനി ലോ അല്ല, കമ്പനിക്ക് ലോ, കമ്പനി ലോയിൽ എന്തില്ല? ലെഫ്റ്റും റൈറ്റും ഇല്ല. പക്ഷെ റിയൽ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ട്? ലെഫ്റ്റും റൈറ്റും ഉണ്ട്. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഷെഡ്യൂൾ 3 പ്രകാരം എഴുതുന്ന ബാലൻസ് ഷീറ്റിന് മാത്രമാണ് സിംഗിൾ സൈഡ് സ്ട്രക്ചർ ഉള്ളൂ. വേറെ എല്ലായിടത്തും ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്? ലെഫ്റ്റും റൈറ്റുമാണ്. ലെഫ്റ്റ് സൈഡിൽ എന്താ ഉണ്ടാവുക? ലയബിലിറ്റീസ്. റൈറ്റ് സൈഡിൽ എന്താ ഉണ്ടാവുക? അസെറ്റ്സ്. അപ്പൊ ഇടതുഭാഗത്ത് ഒരു ബാലൻസ് ഷീറ്റിന്റെ ഇടതുഭാഗത്ത് കാണുന്നതൊക്കെ എന്താണ്? അതിന്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. എന്താ പറയാ? ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഈ കമ്പോണന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്ട്രക്ചറെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. Then it contains all the long-term and short-term source of capital. On the other hand, capital structure is the sum total of all long-term sources of capital and thus is a part of financial structure. നമ്മൾ എന്താണ് ഈ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ എന്തൊക്കെ ഉണ്ടാകാം? കേട്ടോളൂ. ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സും ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സും ഉണ്ടാകാം. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താ ഉണ്ടാവുള്ളൂ? വെറും ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. Is it clear now? Capital structure is a part of financial structure. ഏതാ വലുത്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്തുണ്ടായിരിക്കാം? അവരുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്സ് മുഴുവനും, അതായത് ലെഫ്റ്റ് സൈഡ് മുഴുവനും എന്താണ്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണ്. അതേസമയം ലെഫ്റ്റ് സൈഡിലെ ലോങ് ടേം ഫണ്ടിങ് മാത്രമാണ് എന്ത്? ക്യാപിറ്റൽ സ്ട്രക്ചർ. നമ്മളൊരു ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്താൽ അതിന് ക്യാപിറ്റൽ എന്ന് പറയില്ല. നമ്മൾ പറയുമോ? നമ്മൾ അതിനെ ഇല്ല. ക്യാപിറ്റൽ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങനെ പറഞ്ഞാൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ലോണുകളൊന്നും നമ്മൾ എന്ത് കണക്കാക്കില്ല? ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ കമ്പോണന്റ് ആയിട്ട് കണക്കാക്കില്ല. Now you got what is the difference between financial structure and അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന എല്ലാ ഫിഗറുകളും എന്തായിരിക്കാം? നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആയിരിക്കാം. എന്നാൽ ലോങ് ടേം, ലോങ് ടേമും ഷോർട്ട് ടേം അതിൽ ഉണ്ടായിരിക്കും. ലോങ് ടേം മാത്രമുള്ളതാണ് എന്താണ്? വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കമ്പനി ലോ പ്രകാരം.
ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് 2 ലക്ഷമുണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് 72,000 ഉണ്ട്. ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്താണ് അർത്ഥം? വാട്ട് ഈസ് ദാറ്റ്? I want you to tell me with regard to this capital structure. ഏത് ടേമായിട്ട് അത് കമ്പയർ ചെയ്യാം? റീറ്റെയിൻഡ് ഏർണിങ്സ്. അതായത് റിസർവ്സ് ആൻഡ് സർപ്ലസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? റീറ്റെയിൻഡ് ഏർണിങ്സ്. അതായത് ലാഭമുണ്ടാക്കിയ പൈസ ആർക്കും കൊടുക്കാതെ കയ്യിൽ വെച്ചതിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അതാണ്. കറന്റ് ലയബിലിറ്റീസ് എന്താണ്? 1,28,000, 60,000. അത് ഏതൊക്കെയാണ്? ട്രേഡ് പേയബിളും ഉണ്ട്, അതുപോലെ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ഉണ്ട്. ഇൻകം ടാക്സ് കൊടുക്കേണ്ടതാണ്, പക്ഷെ കൊടുത്തിട്ടില്ല. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 4,60,000. അപ്പൊ നമ്മുടെ ടോട്ടൽ 4,60,000 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്രയുണ്ട്? 4,60,000 ഉണ്ട്. ഇതിനെ നമുക്ക് എന്ത് പറയാം? ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. ഈ ഫിനാൻഷ്യൽ സ്ട്രക്ചർ. എന്നാൽ അതിൽ ഏതാണ് നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്? നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് 2,72,000. അതാണല്ലോ നിങ്ങളുടെ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്സ്. ബാക്കിയൊക്കെ ഷോർട്ട് ടേം സോഴ്സ് ആണ്. ട്രേഡ് പേയബിള് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കൊടുക്കേണ്ടതല്ലേ? ടാക്സ് അപ്പൊ തന്നെ കൊടുക്കേണ്ടതല്ലേ? അപ്പൊ 2,72,000 അതാണ് നിങ്ങളുടെ എന്ത്? ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇസ് ഇറ്റ് ക്ലിയർ ടു യു നൗ? We can enunciate the following differences between financial structure and capital structure. നമുക്ക് താഴെ പറയുന്ന ഡിഫറൻസുകൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലും ഫിനാൻഷ്യൽ സ്ട്രക്ചറിലും കാണാൻ സാധിക്കും. എന്തൊക്കെയാണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ എപ്പോഴും എന്താണ്? ലോങ് ടേം ഡിപ്ലോയ്മെന്റ് ഓഫ് ഫണ്ട്സ് ആണ്. അതേസമയം ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണ്? അതിൽ ലോങ് ടേമും ഷോർട്ട് ടേം ഡിപ്ലോയ്മെന്റ് ഓഫ് ഫണ്ട്സും ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഉണ്ടാകാം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ കോർ എലമെന്റ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ കോർ എലമെന്റ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർക്ക് എന്തില്ല? കറന്റ് ലയബിലിറ്റി ഇല്ലാതെയും എന്തുണ്ടാകാം? ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാകാം. കറന്റ് ലയബിലിറ്റി ഇല്ലാതെയും ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാകാം. ക്യാപിറ്റൽ സ്ട്രക്ചർ ഷാൽ ബി ഈക്വൽ ടു ദ ഫിനാൻഷ്യൽ സ്ട്രക്ചർ. അല്ല, കറന്റ് ലയബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആയിരിക്കും. അതായത് ലോങ് ടേം ഫണ്ട്സുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആയി. പക്ഷെ ലോങ് ടേം ഫണ്ട്സിനൊപ്പം മറ്റുള്ള സോഴ്സ് ഓഫ് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫണ്ട്സ് കൂടി ഉണ്ടെങ്കിൽ എന്തായി? അത് ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്സ് പ്ലസ് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫണ്ട്സ് ആണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബട്ട് വി കനോട്ട് ഹാവ് എ സിറ്റുവേഷൻ. ഒരു കമ്പനിക്ക് എന്തുണ്ടാകാം? ഈ കറന്റ് ലയബിലിറ്റീസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരാം. ഏത്? അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻഷ്യൽ സ്ട്രക്ചറും ഒന്നാകാം, പക്ഷെ ഒരിക്കലും ക്യാപിറ്റൽ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഇല്ലാത്ത ഒരു കമ്പനി ഉണ്ടാവില്ല. വെറും കറന്റ് ലയബിലിറ്റീസ് മാത്രമുള്ള ഒരു കമ്പനി ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ക്യാപിറ്റലാണ് എങ്ങനെ കമ്പനി തുടങ്ങാം? അപ്പൊ ലോങ് ടേം ക്യാപിറ്റൽ ഇല്ലാതെ എന്തുണ്ടാവില്ല? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഉണ്ടാവില്ല. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഇല്ലാതെ ഷോർട്ട് ടേം ക്യാപിറ്റൽ മാത്രമുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവോ? ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാകാം? ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന സിറ്റുവേഷൻ ഉണ്ടാകാം. ഒരു കമ്പനിക്ക് വെറും ലോങ് ടേം ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ, ഒരു കറന്റ് ലയബിലിറ്റീസും പെട്ടെന്ന് കൊടുക്കേണ്ട പണങ്ങളൊന്നുമില്ല, ഷോർട്ട് ടേം ഫണ്ട്സുകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഒന്നും വ്യത്യാസമില്ല. അതേസമയം തിരിച്ച് അപ്പോൾ കറന്റ് ലയബിലിറ്റി മാത്രമുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഇല്ലാത്തൊരു കമ്പനി ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ കറന്റ് ലയബിലിറ്റി ഇല്ലാത്തൊരു സർക്കംസ്റ്റാൻസ് നമുക്ക് എന്തിനാക്കാൻ പറ്റില്ല? നമുക്ക് അത് രണ്ടും അൺഈക്വൽ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. മനസ്സിലാവുണ്ടല്ലോ ഞാൻ പറഞ്ഞത്? കമ്പോണൻസ് ഓഫ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ മേ ബി യൂസ്ഡ് ടു ബിൽഡ് അപ്പ് the level of current asset, but the current liability should not be used to finance acquisition of fixed asset. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ദീർഘകാല പണം ഉപയോഗിച്ചുകൊണ്ട് ഹ്രസ്വകാല അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അതാണ് മലയാളത്തിൽ. അതാണ് ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ട് ടേം അസറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. 10 കൊല്ലത്തെ ലോൺ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 കൊല്ലം നിൽക്കുന്ന അസറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഷോർട്ട് ടേം അസറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണ്? ഒരു ടെൻഷനും ഇല്ല. ആ പൈസ അപ്പം നമുക്ക് 1 കൊല്ലം തിരിച്ചു കിട്ടും. തിരിച്ചു പറ്റുമോ? ഷോർട്ട് ടേം ലോൺ എടുത്തിട്ട് ലോങ് ടേം അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് നിങ്ങളുടെ കമ്പനിയെ തകർത്തും. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ലോങ് ടേം ഫണ്ട്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫിനാൻസിങ് ഷോർട്ട് ടേം അസറ്റ്, ബട്ട് ഷോർട്ട് ടേം ഫണ്ട്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ടു ഫൈനാൻസ് ലോങ് ടേം അസറ്റ്. പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത്രയൊക്കെ മനസ്സിലായപ്പോൾ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആയി. ക്യാപിറ്റൽ സ്ട്രക്ചർ ആകെ മൊത്തം അങ്ങനെ കുടഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്, ഒന്നും മനസ്സിലാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു മനസ്സിലാവില്ല അർഷിതേ? ശരിയല്ലേ പറയണത്? എങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പ്ലാൻ ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്?
നമ്മളൊരു ഫിസിക്കൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് പ്ലാൻ. നിങ്ങളൊരു വീട് വെക്കാൻ തീരുമാനിക്കുക എന്താ വെച്ചാൽ ആദ്യം അച്ഛനും മക്കളൊക്കെ ഇരുന്നിട്ട് അമ്മയും മക്കളൊക്കെ ഇരുന്നിട്ട് തീരുമാനിക്കും എത്ര റൂം വേണം, എങ്ങനെ വേണം, അങ്ങനെ വേണം, അവിടെ പൂ വേണം, ഇവിടെ ഇപ്പൊ ചില ആൾക്കാർ പറയും എനിക്ക് ബാത്റൂം വലുത് വേണം, ചില ആൾക്കാർ പറയും എനിക്ക് ഉമ്മറം വലുത് വേണം, ചില ആൾക്കാർ മിറ്റം വളരെ കുറച്ച് മതി, അടിച്ചാറാനൊന്നും വയ്യ. അങ്ങനെ കുറെ ഐഡിയാസ് അല്ലേ. ഇതെല്ലാം കൂടെ നമ്മൾ ആരെടുത്തേക്കല്ലോ ഒരു ആർക്കിടെക്ടിന്റെ അടുത്തേക്ക് പോകും. ഈ ആർക്കിടെക്ട് എന്താ ചെയ്യുക, എഞ്ചിനീയർ, അയാൾ എന്താ ചെയ്യുക, അയാളോട് പറയും പക്ഷേ ഇതൊക്കെയാണ്. അപ്പൊ അയാൾ പറയും ഇതൊന്നും ശരിയാവില്ല സാറേ, അതെങ്ങനെ അപ്പുറത്തേക്ക് 5 മീറ്റർ നീളം ഇപ്പുറത്തേക്ക് 3.5 മീറ്റർ നീളം ശരിയാവില്ല, വീട് നിൽക്കില്ല, പറയില്ല. അയാൾ പറയില്ലേ. അയാൾ അതിനുശേഷം അയാൾ ഒരു സ്ട്രക്ചർ വരച്ചു തരുമല്ലയോ. ഇയാൾ വരച്ചു തന്നതിന് ശേഷം ഈ വാസ്തു എന്ന് പറഞ്ഞ സംഭവം സത്യം സയൻസ് ആണ്. നമ്മൾ പറയല്ലേ ഒരാളിങ്ങനെ കിടക്കുകയാണ് നിങ്ങളുടെ വീട്ടില്, അയാളുടെ തലയാണ് അവിടെ കിടക്കുന്നത്, കാലാണ് ഇവിടെ കിടക്കുന്നത്, 2 കൈയും ഇവിടെയാണ് എന്ന് പറയുന്നുണ്ട്. വാസ്തു അതൊരു സയൻസ് ആണ്. വാസ്തു ഒരു വലിയ സയൻസ് ആട്ടോ. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ സയൻസുകളെല്ലാം ഇന്ന് നമ്മുടെ നാട്ടിലെ ഇപ്പൊ കാണുന്ന മോഡേൺ സയൻസ് എല്ലാം കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, പ്ലൂട്ടോണിയം, യുറേനിയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി. അപ്പൊ നമുക്കൊക്കെ മെറ്റീരിയലാണ്, എല്ലാം മെറ്റീരിയലാണ്, കാണാൻ പറ്റുന്ന സാധനങ്ങളാണ്. പണ്ട് മനുഷ്യൻ വിശ്വാസിയായിരുന്നു. അയാളുടെ വിശ്വാസം മുഴുവനും ദൈവമാണ് മുകളിലിരിക്കുന്നതെന്നും ദൈവം നമ്മളെ കണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന CCTVയുടെ പരം ദൈവം ഉണ്ടായിരുന്നു, ദൈവമാണെന്നും പിന്നെ ഈ കാണുന്നതിലെല്ലാം ദൈവത്തെ കാണണം എന്നാലേ നമ്മൾ അതിനെ ബഹുമാനിക്കുള്ളൂ എന്നും ദൈവം നമ്മളെ ദ്രോഹിക്കുമെന്നും ദൈവം നമ്മളോട് ദേഷ്യപ്പെടുമെന്നും ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നത്തെ സംസ്കാരം നമ്മളോട് പറഞ്ഞത് എന്താണ്, ഇതെല്ലാം ദൈവത്തെ റിലേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. സിമ്പിൾ. രാവിലെ കുളിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. ആർക്കാ രാവിലെ എണീച്ച് കുളിക്കാൻ ഇഷ്ടം? ആർക്കും ഇഷ്ടമല്ല. 5 മണിക്ക് ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീച്ച് കുളിക്കണം. കാരണം ആ സമയത്താണ് കൂടുതൽ ഓക്സിജൻ കിട്ടുക. ആ പ്യൂർ ഓക്സിജൻ ആ സമയത്ത്. കാരണം ചെടികളൊക്കെ ഉറങ്ങുകയാണ് അല്ലേ, ആ ഫോട്ടോസിന്തസിസ് ഒന്നും നടക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് നല്ല ഓക്സിജൻ ഉണ്ട്. ആ സമയത്ത് അങ്ങനെയല്ലേ ദേവ, ആദ്യത്തെ ഒരു 2 മണിക്കൂർ നമുക്ക് ധാരാളം ഓക്സിജൻ കിട്ടും. ഈ ഓക്സിജൻ നമ്മുടെ ബ്രെയിനിന് നന്നായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് രാവിലെ എണീച്ച് പഠിക്കണം എന്ന് പറയണേ. പക്ഷെ അത് നമ്മുടെ വിശ്വാസമായിട്ട് മാറി. എന്തൊരു സ്വഭാവമാണത്, ദൈവം കോപിക്കും കേട്ടാ രാവിലെ എണീച്ചിട്ടില്ലെങ്കിൽ എന്നൊക്കെയാ പറയാ, അല്ലെങ്കിൽ അടി പേടിച്ച് നമ്മൾ എണീക്കും. സത്യം അതല്ല. സത്യം നിങ്ങളുടെ ബ്രെയിൻ വളരാൻ വേണ്ടിയിട്ടാണ് രാവിലെ എണീക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, രാവിലെ ഒരു 5 മണിക്ക് ഇരുന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊന്ന്, അത് 4:30 മണിക്ക് ഇരുന്ന് എന്നിട്ട് പഠിച്ചു നോക്കിയാൽ. എന്തുകൊണ്ടാണ് രാത്രി പഠിക്കരുതെന്ന് പറഞ്ഞറിയോ? നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിജൻ ലെവൽ വല്ലാണ്ട് കുറഞ്ഞു നിൽക്കുക രാത്രി ആകുമ്പോഴേക്കും. പിന്നെ നിങ്ങൾ ഭയങ്കര ടയേർഡാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് ടയേർഡാണ്. ഒരു തരത്തിലും ഒരു സയൻസ് നിങ്ങളോട് രാത്രി ഇരുന്ന് പഠിക്കാൻ പറയില്ല. കാരണം രാത്രി ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ എത്ര എഫേർട്ട് എടുക്കണോ അതിനേക്കാട്ടിലും കൂടുതൽ എഫേർട്ട് എടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്കതൊരു ശീലമായതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ചില ആൾക്കാർ രാവിലെ 3 മണി വരെ ഇരുന്ന് പഠിച്ചിട്ട് 3 മണിക്ക് ഉറങ്ങും, കൂർക്കം വെച്ച്. എവിടെയാണോ എപ്പോഴാണോ ധാരാളം ഓക്സിജൻ കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക, നമുക്കിതൊന്നും കിട്ടുന്നില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഭയങ്കര ടയേർഡാണ്. ഈ ടയർഡ്നെസ് കൊണ്ട് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് 2 മണിക്കൂർ ഉറങ്ങേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഉറങ്ങാൻ വരില്ല. ഐ എം ടെല്ലിങ് ദ ട്രൂത്ത്. അപ്പൊ ഇതിനൊക്കെ നമ്മളൊരു വിശ്വാസത്തോട് ചേർത്ത് പറഞ്ഞു. അപ്പൊ വിശ്വാസമായതുകൊണ്ട് നമ്മളൊക്കെ സയൻസ് വിശ്വസിക്കുന്നവരും നമ്മുടെ ഭരണഘടന അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി ഒരു വിശ്വാസം ഇല്ല നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പൊ ഈ ചങ്ങായി എന്താ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണ എന്നുള്ളതാണ്. ഇത് ശരിക്കും ആക്ച്വലി ഈ വാസ്തു എന്ന് പറയുന്നത് ഒരാള് കിടക്കണമെന്നല്ല അർത്ഥം. നമ്മുടെ ഓരോ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ചിട്ടും കാറ്റിന്റെ ഗതികളുണ്ട്. അത് നിങ്ങളൊരു മാപ്പ് നോക്കിയാണ്, ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് കാറ്റിന്റെ ഗതികൾ നോക്കിയാൽ ചില കാറ്റ് ഇങ്ങനെ പോകണുണ്ടാവും, ചില കാറ്റ് ഇങ്ങനെ പോകണ്ടാവും, ചില കാറ്റ് ഇങ്ങനെ കണ്ടില്ലേ നിങ്ങൾ ആരോസ് ഇങ്ങനെ പോണത് ചിത്രം വരച്ചിട്ടുണ്ടാവും മാപ്പിൽ. കാറ്റിന്റെ ഗതികൾ, ഈ കാറ്റിന്റെ ഗതികൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എവിടെ അടുക്കള ഉണ്ടാക്കണമെന്നും എവിടെ താമസിക്കണമെന്ന് പറയുന്നത്. ഉദാഹരണം ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ ഒരു തെക്ക് മൂലയിലായിരിക്കണം വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ടാകേണ്ടതെന്നും, തെക്ക് പടിഞ്ഞാറായിരിക്കണം മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? തെക്ക് പടിഞ്ഞാറിൽ നിന്നാണ് കാറ്റുകൾ കേരളത്തിലുള്ളത്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നാണ് കാറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിലല്ലേ ആ വീട്ടിൽ ആൾക്കാരുണ്ടാവുള്ളൂ. നന്ദനയൊക്കെ എപ്പോഴെങ്കിലും വീട്ടിലേക്ക് പോകുള്ളൂ. നിങ്ങളുടെ ബെഡ്റൂം അടഞ്ഞിടുന്ന വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛനും അമ്മയും കിടക്കുന്ന റൂമിൽ നല്ല കാറ്റ് വേണ്ടേ? എന്നാൽ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തെ അടുക്കള ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ വീട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഞാനീ പറഞ്ഞൊക്കെ ശരി. അതെന്തുകൊണ്ടാ? കാറ്റ് വരുന്നത് മുഴുവൻ എവിടുന്നാ? തെക്ക് പടിഞ്ഞാറുന്ന. അത് ആ ബെഡ്റൂമിലേക്ക് കടന്ന് കോലായം കടന്നിട്ട് എവിടേക്ക് വരില്ല? അടുക്കളയിലേക്ക് വരൂല. അടുക്കളയിലേക്ക് വരാതിരിക്കണം കാറ്റ്. എന്തുകൊണ്ടാ? നിങ്ങളൊക്കെ കത്തിക്കുന്നത് തീയാണ്. തീ ആളി കത്താൻ പാടില്ല. ഇത്രേ ഉള്ളൂ സയൻസ്. ഈ ഒരു സയൻസേ ഉള്ളൂ വീടില്, വേറെ ഒന്നുമില്ല സയൻസ്.
കാറ്റിന്റെ ഗതി അനുസരിച്ച് നിങ്ങൾ ഇവിടെ കാണുന്ന സ്ഥലത്തല്ല അടുക്കള കർണാടകയിൽ പോയാൽ, അവിടെ അല്ല തമിഴ്നാട്ടിൽ പോയാൽ, ഓരോ സ്ഥലത്തും കൂടി ഇതൊക്കെ മാറും. എന്തുകൊണ്ടാ? ദിസ് ഇസ് എ പ്യൂർ സയൻസ്. പ്യൂർ സയൻസ്. അപ്പൊ നമ്മൾ അന്ധവിശ്വാസം. അപ്പൊ ഈ വീട് കെട്ടുന്നതിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്റെ ഇഷ്ടത്താണ് വീട് കെട്ടാൻ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒരു ചെറിയൊരു ട്രെമർ ഉണ്ടായതൊക്കെ തലകുത്ത് താഴ്ത്തിക്ക് വീഴും. ഈ വീട് ഒരു ഭൂകമ്പം ഉണ്ടായാൽ തകരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു സ്ക്വയർ സ്ട്രക്ചർ ഉണ്ടാവും. സ്ക്വയർ സ്ട്രക്ചർ അറിയാം? സ്ക്വയർ സ്ട്രക്ചർ ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കും, എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിണ്ടാക്കും. അത് തകരാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് ഡെപ്ത് കുറവാണെങ്കിൽ, അതിന് വിഡ്ത്ത് കുറവാണെങ്കിൽ. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇങ്ങനെ ഒരു സെന്റ് സ്ഥലത്തിൽ 3 നിലയിൽ വീട് കെട്ടിയിട്ട് ആദ്യത്തെ നിലയിൽ ബെഡ്റൂം, രണ്ടാമത്തെ നിലയിൽ ബാത്റൂം എന്നൊക്കെ പറഞ്ഞ് കാണില്ലേ? അതൊക്കെ ടകയെന്ന് വീഴും. ഒന്നിട്ടിങ് നൽകിയാൽ വേണ്ടി നട്ട് വിളിച്ച. ഈ വീടിന്റെ പ്രത്യേകത എന്താ? ഇങ്ങനത്തെ വീടുകളുടെ പ്രത്യേകത, ഇത് നടുവിലത്തെ ഏറ്റവും വെയിറ്റ് കൂടിയ സ്ഥലത്തിനെ സൈഡിലേക്ക് വലിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ സാധനം ഇങ്ങോട്ട് വലിക്കും, അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ സാധനം അങ്ങോട്ട് വലിക്കും. അപ്പൊ എന്തുണ്ടാവും? ഈ വീട് വീഴാൻ. അതാണ് സ്ട്രക്ചർ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ പറയണത്. ഈ എഞ്ചിനീയർ പോയാൽ എന്താ പറയാ, ഇതൊന്നും പറ്റില്ലട്ടാ, ഇതിങ്ങനെ വടക്കോർത്തേക്ക് 4 മീറ്ററും തെക്കോർത്തേക്ക് 4 മീറ്റർ നമ്മുടെ നാട്ടിൽ നടക്കില്ല പറയൂരെ, പറയില്ലേ? അപ്പൊ ഇതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറും. നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പനി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കമ്പനി ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ ഉടമസ്ഥൻ വീട്ടിലിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് തീരുമാനിക്കുക 500 കോടിക്കാണ് കമ്പനി തുടങ്ങാന്ന്. ഒരു 100 കോടി എൻ്റെ അടുത്തുണ്ട്, 400 കോടി കടടക്കാം, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇതൊന്നും ശരിയാവണമെന്നില്ല. പിന്നെ നിങ്ങളൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറിയുന്ന ഒരാളുടെ അടുത്തേക്ക് അയാൾ പറയും, സാറേ സംഗതി കഴിഞ്ഞു പോകും. 400 കോടി ലോൺ എടുത്താൽ നമുക്ക് ഇത്ര പലിശ വരും, ഇത്ര റീപേയ്മെന്റ് വരും. നമ്മുടെ ഈ ടൈപ്പ് ബിസിനസ് കഴിഞ്ഞ അടുത്ത 4 കൊല്ലം കൊണ്ട് മാത്രമേ ബ്രേക്ക് ഇവനിൽ എത്തുള്ളൂ. ആ 4 കൊല്ലം നമുക്ക് ലോൺ അടയ്ക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇത്രയും ലാർജ് സ്കെയിലിൽ തുടങ്ങണ്ട കേട്ടോ. ഉണ്ടാ, ആ എഞ്ചിനീയറാണത്. അപ്പൊ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മോർ ടെക്നിക്കൽ നോളജ് വേണം. അവിടെയൊക്കെ നമ്മളല്ലേ ഇത് ചാണക്യനോട് ചോദിച്ചാൽ ചാണക്യൻ പറഞ്ഞുതരും ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. സോ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഈസ് ഇറ്റ്സ് എ സയൻസ്. സോ നമ്മൾ എന്താണ് ചെയ്യണത്? പ്ലാനിങ് ആൻഡ് ഡിസൈനിങ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫിസിക്കൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്നത് പോലെ, ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെ വേണം എന്ത് ചെയ്യാൻ? ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറും ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ഇതൊരു വളരെ കെയർഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇടിഞ്ഞു വീഴാനും കമ്പനി ഇൻസോൾവെന്റ് ആകാനും സാധ്യതയുണ്ട്. Planning of the capital structure is a preliminary activity and it might commence as early as the time of incorporation of the firm. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കൽ ഫേം വന്നു കഴിഞ്ഞാൽ അടുത്ത എന്താണ്? നമ്മൾ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യും. ആ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പൈസ വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? ഫോർ മീറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ഫിനാൻസ് അറേഞ്ച് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എവിടെ നിന്നൊക്കെ ഫണ്ട് കണ്ടെത്താം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതിനുശേഷം കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന സോഴ്സുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഫണ്ട് ജനറേറ്റ് ചെയ്ത് തുടങ്ങും. ദെൻ ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി ഷുഡ് സീക്ക് ആൻസേഴ്സ് ടു ദ ഫോളോയിങ്. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. എന്തിന്? എങ്ങനത്തെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് വേണ്ടതെന്ന് അറിയാം അല്ലെ? നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ എത്ര പേര് താമസിക്കും, എത്ര റൂം വേണം, എത്ര സ്ക്വയർ ഫീറ്റ് വേണം, അടുക്കള എപ്പോൾ വില വേണം, ചോദിക്കില്ലേ? അതുപോലെ തന്നെ ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ആദ്യം കണ്ടെത്തണം. ഈ ഉത്തരങ്ങൾക്കനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാവുക. ദെൻ എങ്ങനെയാണ് ഈ പ്രൊജക്ട് ഫൈനാൻസ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പണം എവിടെ നിന്ന് കിട്ടും? 20% എൻ്റെ അടുത്തുണ്ട്, 80% ലോൺ എടുക്കും. കണ്ടോ? 50% എൻ്റെ അടുത്തുണ്ട്, 50% ലോൺ എടുക്കും. 100% എൻ്റെ അടുത്തുണ്ട്. ഹി വിൽ ടെൽ ദ ആൻസർ അല്ലേ? അവർ ആൻസർ ചെയ്യും. അടുത്തത്, ഡസ് ദ വേ ഇൻ വിച്ച് ദ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട് ആർ ഫിനാൻസ്ഡ് മാറ്റർ? നിങ്ങൾ എങ്ങനെയാണ് ഫണ്ട് ചെയ്യുന്നത് എന്നത് ഈ പ്രൊജക്ടിന് മാറ്റർ ആണോ എന്ന് ചോദിക്കും. ചോദിക്കണം അവരോട്. കാരണം എന്താണ്? ഇഫ് യു ആർ ഗോയിങ് ഫോർ ഡെറ്റ്, നിങ്ങളുടെ പ്രൊജക്ട് 10 കൊല്ലത്തെയാണ്, നിങ്ങൾക്ക് 2 കൊല്ലത്തെ ഡെറ്റേ കിട്ടുള്ളൂ എന്ന് കരുതുക. ആ ഡെറ്റ് ഉപയോഗിച്ചത് ഫണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 കൊല്ലം കഴിഞ്ഞാൽ പണം തിരിച്ചു കൊടുക്കണം. 10 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കിട്ടുള്ളൂ. ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ആണെങ്കിൽ അതിന്റെ ഡെഫിനറ്റ്ലി ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ അതിന് ഫണ്ട് വരും തിരിച്ച്. നമ്മൾ 2 കൊല്ലത്തെ ലോൺ എടുത്തിട്ട് 5 കൊല്ലത്തെ ഒരു സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്താലോ? നമ്മൾ കുടുങ്ങും. അപ്പോൾ വി ആൾസോ ഷുഡ് നോ ദ വേ ഇൻ വിച്ച് യു ആർ ഗോയിങ് ടു ഫിനാൻസ് യുവർ ക്യാപിറ്റൽ ഷാൽ ദേ ഗോയിങ് ടു അഫക്ട് എന്താണ്? നിങ്ങളുടെ ബിസിനസിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഹൗ ഡസ് ഫിനാൻസിങ് അഫക്ട് ദ ഷെയർ ഹോൾഡർ റിസ്ക്? ഈ ഫിനാൻസ് നിങ്ങൾ എങ്ങനെ ഫിനാൻസ് ചെയ്യുന്നു എന്നുള്ളത് ഷെയർ ഹോൾഡറുടെ റിസ്ക്, അയാളുടെ വരുമാന സാധ്യത ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ? ദെൻ ഡസ് ദർ എക്സിസ്റ്റ് ആൻ ഒപ്റ്റിമം ഫിനാൻസിങ് മിക്സ്? ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം വാല്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ മിക്സ് അവൈലബിൾ ആണോ? ചില സ്ട്രക്ചറുകളിൽ നമ്മൾ കണ്ടുപിടിക്കുക, നമ്മൾ ഇതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ദ തിയറി വാട്ട് ഐ ആം യൂസിങ് മേ നോട്ട് ബി ദ തിയറി യു ആർ യൂസിങ്.
കേട്ടോ. ഇത് മനസ്സിലാക്കണം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അങ്ങനെ ഒരു സംഭവമില്ല. 1+1=2 പോലെയുള്ള ഒരു സംഭവമില്ല. H2O എന്ന് പറയുന്നത് പോലെ ഒരു തിയറി ഇല്ല ഇവിടെ. ഇവിടെ ദ തിയറി വിച്ച് ഐ എം യൂസിങ് മേ ബി നിങ്ങൾക്ക് തോന്നുന്നത് വളരെ മോശം തിയറിയാണെന്ന്, പക്ഷെ ദാറ്റ് മേ ബി വർക്കിംഗ് ഫോർ മീ, ബട്ട് ദ സെയിം തിങ് മേ നോട്ട് വർക്ക് ഫോർ യു. ITC എന്ന് പറയുന്ന കമ്പനി ബിസ്ക്കറ്റും സോപ്പും ചന്ദനത്തിരിയും തീപ്പെട്ടിയും ആട്ടയും മുതിരയും ഉലുവയും പുഴുക്കും ഒക്കെ വിറ്റു, അവർക്ക് വിൽക്കാൻ പറ്റി. എന്നാൽ ഇതേ സ്ട്രാറ്റജി ഹിന്ദുസ്ഥാൻ ലിവർ ഉപയോഗിച്ചു. ITCയും ഹിന്ദുസ്ഥാൻ ലിവറും വ്യത്യാസം എന്താണ്? ITC ശരിക്കും പറഞ്ഞാൽ ഒരു സിൻ ഗുഡ്സ് വിൽക്കുന്ന കമ്പനിയാണ്, സിൻ ഗുഡ്സ്. ഹിന്ദുസ്ഥാൻ ലിവറോ ലൈഫ് ബോയ് സോപ്പ് മുതൽ നമ്മൾ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം വിൽക്കുന്ന കമ്പനിയാണ്. പക്ഷെ ആ ഹിന്ദുസ്ഥാൻ ലിവറിന് ITCക്ക് ഉണ്ടായ വിജയം കിട്ടിയില്ല. കോൾഗേറ്റ് പാമോലീവ് ഒരു കമ്പനിയുടെ പേരാണ്, കോൾഗേറ്റ് പാമോലീവ് എന്ന് പറയുന്നത്. കോൾഗേറ്റ് എന്ന് പറയുന്ന പേസ്റ്റിന്റെ പേരും പാമോലീവ് എന്ന് പറയുന്ന സോപ്പിന്റെ പേരുമാണ്. പക്ഷെ ഇതിൽ എത്ര പേര് പാമോലീവ് സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്? കോൾഗേറ്റ് സോപ്പ് ഉപയോഗിക്കുന്ന പാമോലീവ് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഏത് തരം, പാമോലീവിനെ കോൾഗേറ്റ് വാങ്ങാൻ തീരുമാനിച്ചത് നല്ലൊരു പ്രതീക്ഷയിലാണ്, പക്ഷെ അത് അത്രമാത്രം ബിസിനസ് അവർക്ക് ജനറേറ്റ് ചെയ്തില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി യു ഷുഡ് നോ ഹൗ വെൻ ദ കോൾഗേറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആർ അലവിങ് കോൾഗേറ്റ് ടു ഇൻവെസ്റ്റ് ഇൻ പാമോലീവ്, വാട്ട് വാസ് ദെയർ റിസ്ക് എക്സ്പെക്ടേഷൻ, വാട്ട് വാസ് ദെയർ റിട്ടേൺ എക്സ്പെക്ടേഷൻ. അതിനനുസരിച്ച് വരുമാനം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് കുറയും. ദെൻ അടുത്തെന്താണ്? വാട്ട് ഫാക്ടേഴ്സ് ആൻഡ് പ്രാക്ടീസ് ഷുഡ് എ കമ്പനി കൺസിഡർ ഡിസൈനിങ് എ ഫിനാൻസിങ് പോളിസി. ഫിനാൻസിങ് പോളിസി തീരുമാനിക്കുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? ഷെയർ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ്, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള റിട്ടേൺ, റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്, ഇതൊക്കെ കൺസിഡർ ചെയ്യണം. ദർ ആർ സോ മെനി തിങ്സ് വാട്ട് വി നീഡ് ടു കൺസിഡർ ഹൗ യു ആർ ഗോയിങ് ടു ഫൈനാൻസ് യുവർ ക്യാപിറ്റൽ എന്നുള്ളത്. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തണം. അട്രിബ്യൂട്ട്സ്, ഒരു നല്ല ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ഒന്ന്, നല്ല റിട്ടേൺ കിട്ടുന്നതായിരിക്കും. എന്താ റിട്ടേൺ എന്ന് പറഞ്ഞാൽ? വരുമാനം. എന്താണ്? ഷുഡ് ബി മോർ നല്ല അഡ്വാൻറ്റേജസ് ആയിരിക്കും നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ. നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ ഇവിടെ എന്താണ്? മാക്സിമം റിട്ടേൺസ് ഷെയർ ഹോൾഡേഴ്സിന് ക്രിയേറ്റ് ചെയ്യും, അഡീഷണൽ കോസ്റ്റ് ഇല്ലാതെ. അപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു ലിവറേജ് ആണ്. ഈ ലിവറേജിൽ എന്തുണ്ടാവും? ഒരു ഒപ്റ്റിമം ലിവറേജ് കണ്ടെത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ റിസ്ക് ഇല്ലാതെ തന്നെ അവർക്ക് നല്ല വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നല്ല ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടോ? ഇല്ല. അതെങ്ങനെയാണ്? കസ്റ്റമൈസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ എന്ത് സഹായിക്കും? കോസ്റ്റ് കൂട്ടാതെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. 2, റിസ്ക് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ദ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? എക്സസീവ് ആയിട്ടുള്ള ഡെറ്റ് ഉപയോഗിക്കുന്നത് കമ്പനിയുടെ സോൾവൻസിയെ ബാധിച്ചേക്കാം. അപ്പോൾ സോൾവൻസിയെ ബാധിക്കാത്ത തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫണ്ട് ചെയ്യണം. ഇക്വിറ്റി ഒരിക്കലും സോൾവൻസിയെ ബാധിക്കില്ല. അതേസമയം ഡെറ്റ് സോൾവൻസിയെ ബാധിച്ചു. എന്താ സോൾവൻസി പറഞ്ഞാൽ? പണം തിരിച്ചു കൊടുക്കാനുള്ള കഴിവിനെ. അവർ പെട്ടെന്ന് പണം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നില്ല, വിചാരിക്കുന്ന വരുമാനം കിട്ടിയില്ല, കമ്പനി പരാജയപ്പെട്ടേക്കാം. അപ്പോൾ ഡെഫിനറ്റ്ലി റിസ്ക്കും ഒരു ഫാക്ടറാണ്. നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ റിസ്ക് നമ്മൾ കണക്കാക്കണം. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി. എന്താ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഫ്ലെക്സിബിലിറ്റി പറഞ്ഞാൽ ആവശ്യത്തിന് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മൾ നോക്കണം. ഉദാഹരണം, നമ്മൾ ഇക്വിറ്റി ആണെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. കാരണം ഒരു IPO നടത്തണമെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് 2 മാസം കൊണ്ട് IPO നടത്താന്ന്? നോ. അത് ചിലപ്പോൾ 1.5-2 വർഷത്തെ വലിയൊരു എഫേർട്ടാണ്. കാരണം നമ്മൾ ആദ്യം നമ്മുടെ ബിസിനസ്സിനെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യണം, ധാരാളം പരസ്യം കൊടുക്കണം, മാർക്കറ്റിൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? പ്രോസ്പെക്ടസ് ഉണ്ടാക്കണം. പ്രോസ്പെക്ടസ് ഉണ്ടാക്കുന്നതിന് 4-5 മാസം എടുക്കും. അതിനുശേഷം അതിനെ പ്രോപ്പറായിട്ട് ആൾക്കാരെ കണ്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഋഷഭ് ഷെട്ടി കാന്താര സിനിമ ഇറങ്ങിയ സമയത്ത് ഈ ഹോംബാളെ ഫിലിംസ് അവരെന്താ ചെയ്തത്? ഇയാൾക്ക് ഓരോ ദിവസവും ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ചാർട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അവിടെയുള്ള ടിക്കറ്റും താമസമൊക്കെ റെഡിയാക്കി കൊടുത്തിരിക്കുകയാണ്. ഇയാൾ സിനിമ അഭിനയിച്ച് സിനിമ റിലീസായില്ല വേണ്ടി വീട്ടിൽ കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. ഇയാൾ ഓടി നടക്കുകയാണ്. എന്തുകൊണ്ടാണ്? ആ സിനിമ വിജയിക്കണമെങ്കിൽ ഇയാൾ സംസാരിക്കണം, വേണ്ടേ? അതുപോലെ തന്നെ നിങ്ങളുടെ IPO വിജയിക്കാൻ നിങ്ങൾ നല്ല ഒരു R&T ഏജന്റിന്റെ അടുത്ത് പോയി, മർച്ചന്റ് ബാങ്കറുടെ അടുത്ത് പോയൊന്നും കാര്യമൊന്നുമില്ല. അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ലോങ് ടേം വർക്ക്, ഒരു ഹ്യൂജ് വർക്ക് ഹാസ് ടു ബി ഡൺ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോങ് ടേം പ്രോസസ്സാണ്. അപ്പോൾ അതിന്റെ ഫ്ലെക്സിബിലിറ്റി നമ്മൾ നോക്കണം. ഡെപ്റ്റ് ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് കടം കിട്ടും. സ്വർണ്ണം കൊണ്ട് പണം വയ്ക്കുക, കാശ് കൊണ്ട് പോയി, അത്രയല്ലേ ഉള്ളൂ. ഡിബഞ്ചർ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. 200 പേർക്ക് ഡിബഞ്ചർ ഇഷ്യൂ എത്ര നേരം വേണം? അല്ലെങ്കിൽ 500 ഡിബഞ്ചർ എത്ര നേരം വേണം? കമ്പാരിറ്റീവ്ലി വില കുറവാണ്. കാരണം നമ്മുടെ കമ്പനിക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണം കടം തരാൻ ആൾക്കാരുണ്ടാവും. എന്നാൽ എൻ്റെ ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ 10 പ്രാവശ്യം ആലോചിക്കും. സോ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. സോ ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്, എത്ര പെട്ടെന്ന് കണക്കാക്കാൻ പറ്റും. ദെൻ കപ്പാസിറ്റി. നമ്മുടെ കപ്പാസിറ്റി, ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി ഡിറ്റർമിൻ വിത്തിൻ ദ ഡെറ്റ് കപ്പാസിറ്റി ഓഫ് ദ കമ്പനി. ഓരോരുത്തർക്കും ഒരു കപ്പാസിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇർഫാന് ആകെ 60,000 രൂപയാണ് ശമ്പളം. ഇർഫാൻ ഒരു മെഴ്സിഡസ് ബെൻസ് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ 2.5 കോടി രൂപയുടെ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നു.
ആ 2.5 കോടി രൂപ വീട് വെക്കുന്ന സമയത്ത് ഒരു മാസം അയാൾക്ക് ഒരു 85,000 രൂപ വീടിന് ലോൺ അടക്കേണ്ടി വരും. പ്ലസ് 2.5 കോടി രൂപ വീട് വെച്ചത് കൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് 2 മാസം കൂടുമ്പോൾ 12,000 രൂപയാണ്. ആ വീടിന്റെ മെയിൻ്റനൻസും അയാളുടെ കപ്പാസിറ്റിയുടെ ഉള്ളിലാണോ പുറത്താണോ? അത് പുറത്താണ്. നിങ്ങളുടെ കപ്പാസിറ്റിയെ കുറിച്ച് അറിയണം. നിങ്ങൾക്കൊരു ഡെപ്റ്റ്, കടം തരാൻ ആൾക്കാരുണ്ടാകാം, തിരിച്ചു കൊടുക്കാൻ പറ്റുമോ, പലിശ കൊടുക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്താ വെച്ചാൽ കടം. നിങ്ങളുടെ കപ്പാസിറ്റിയും നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നിള ലോൺ എടുക്കുന്ന അത്രയും എമൗണ്ട് ആയിരിക്കില്ല റിലയൻസ് ലോൺ എടുക്കുന്നത്, റിലയൻസ് ലോൺ എടുക്കുന്ന അത്രയും എമൗണ്ട് ആയിരിക്കില്ല ഫേസ്ബുക്ക് ലോൺ എടുക്കുന്നത്. പക്ഷെ അതൊക്കെ അവരുടെ ഡെപ്റ്റ് കപ്പാസിറ്റി. എന്താ ഡെപ്റ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ? തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി, അത് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി. രണ്ടും. ആൾക്കാർ കടം തരാനുണ്ട് എന്ന് പറഞ്ഞ് പൈസ വാങ്ങി പോക്കറ്റിലാക്കരുത്. കാരണം അവർ വെറുതെ കടം തരുന്നത് വെറുതെ തരണേ അല്ല. ഒന്ന്, അവർക്ക് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണം, അതിലൊരു വരുമാനവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? അപ്പോൾ നിങ്ങളുടെ ഡെറ്റ് കപ്പാസിറ്റി ഉള്ളിൽ നിന്നുകൊണ്ടേ നിങ്ങൾ കടം വാങ്ങാൻ പാടുള്ളൂ. ദെൻ കൺട്രോൾ. എന്താ കൺട്രോൾ എന്ന് പറഞ്ഞാൽ? കൺട്രോൾ എന്ന് പറഞ്ഞാൽ മിനിമം റിസ്ക് ഓഫ് ലോസ് ഓഫ് കൺട്രോൾ ഓഫ് ദ കമ്പനി. നമ്മൾക്ക് നമ്മുടെ കമ്പനിയുടെ കൺട്രോൾ പോകാൻ പാടില്ല. ഉദാഹരണം, ഇതിപ്പോൾ അനഘയുടെയും നന്ദനുടെയും കമ്പനിയാണ് എന്ന് ആലോചിച്ചു. അനഘയും നന്ദനി, നിങ്ങൾ കടം വാങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ മുകളിലുള്ള കൺട്രോൾ പോവാതിരിക്കുമോ? കടം വാങ്ങിയ കമ്പനി നടത്തുകയാണെങ്കിൽ പോവില്ല. ഉറപ്പാണ്? ആണോ? കൺട്രോൾ ഉണ്ടാവും. അതേസമയം കൂടുതൽ ഷെയർ ഇഷ്യൂ ചെയ്താൽ നമ്മുടെ കൺട്രോൾ പോവോ ഇല്ലയോ? കടം വാങ്ങുന്നതിന് പകരം ഞാൻ ക്യാപിറ്റലാണ് ഇഷ്യൂ ചെയ്യുന്നത്, അപ്പൊ കൺട്രോൾ പോവോ ഇല്ലയോ? അങ്ങനെ രണ്ടും ഒരേപോലെ ആവുക. കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കമ്പനിയെ കൺട്രോൾ ചെയ്യാനുള്ള നമ്മുടെ കഴിവ്. നമ്മൾ ഡെപ്റ്റ് ആണ്, ലോൺ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനിയുടെ മുകളിലെ നിയന്ത്രണം നഷ്ടപ്പെടുമോ? ഇല്ല. നമ്മൾ ലോൺ എടുക്കുന്നതിന് പകരം വീണ്ടും പുതിയ ആൾക്കാരിൽ നിന്ന് കാശ് ഷെയർ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനിയുടെ കയ്യിൽ മുകളിലെ നിയന്ത്രണം നഷ്ടപ്പെടുമോ? കുറയോ? അത് ഇത്ര സംശയം എന്താ? ടക്കുന്നുള്ള ഉത്തരല്ലേ? കാരണം ലോൺ എടുത്താൽ അയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? മീറ്റിങ്ങിൽ വരാൻ പറ്റുമോ? ജനറൽ മീറ്റിങ്ങിൽ വരാൻ പറ്റുമോ? ബാങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുമോ? അയാൾക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടോ? റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ കറക്റ്റായിട്ട് പണം തിരിച്ചടക്കുന്നിടത്തോളം കാലം എന്തില്ല, അവർക്ക് ഒരു കൺട്രോളും ഇല്ല. അത് ഷെയർ ഹോൾഡർ ആണെങ്കിലോ അടുത്ത മീറ്റിംഗ് നമ്മൾ ആരും ആവില്ല, നാട്ടുകാർ തീരുമാനം എടുക്കും. നിങ്ങൾ ചുമ്മാ ആലോചിച്ചൊക്കെ, ഈ പേടിഎം എന്ന് പറഞ്ഞ കമ്പനിയുടെ വിജയ് ശേഖർ ശർമ്മയ്ക്ക് എത്ര ശതമാനം ഷെയർ ഉണ്ട്? ഈ സാലി 20% ഷെയർ. ഇയാൾ എടുക്കുന്ന എല്ലാ തീരുമാനവും കമ്പനിയിൽ നടക്കുമോ? അപ്പൊ കൂടുതൽ ഷെയർ മാർക്കറ്റ് കമ്പനി വലുതാവുന്നതനുസരിച്ച് നിങ്ങളുടെ കൺട്രോൾ പോവില്ലേ? 980 ഇൻഫോസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻഫോസിസിനെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നാരായൺ മൂർത്തി ഹാഡ് മെജോറിറ്റി സ്റ്റേക്ക്. ഇന്ന് എത്രയുണ്ട്? ഭാര്യയും മക്കളും കൂടി 3-4% ഷെയർ ഉള്ളവർക്ക് ഇപ്പോ കമ്പനി ഭയങ്കര വലുതായി, കൂടുതൽ ഷെയർ ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്തു. ഇപ്പൊ അതേ കൺട്രോൾ നാരായൺ മൂർത്തിക്കുണ്ടോ? ഉണ്ടാവുമോ? നാരായൺ മൂർത്തി പറഞ്ഞതൊക്കെ ആൾക്കാർ സമ്മതിക്കണമെന്നുണ്ടോ? ചോദ്യം ചെയ്യില്ലേ? എന്നാ നാരായൺ മൂർത്തി തീരുമാനിക്കായിരുന്നു, വേണ്ടപ്പ ആർക്കും ഷെയർ കൊടുക്കണ്ട, ലോൺ മാത്രം എടുത്താൽ മതി. ലോൺ എടുത്ത് കമ്പനി നടത്തിയിരുന്നെങ്കിലോ? ഇതേ ലെവലാണ് നടക്കുന്നതെങ്കിൽ ഇപ്പോഴും ആരാ തീരുമാനിക്കേണ്ടാവുക? നാരായണ മൂർത്തിയാണ്. സോ നമ്മൾക്ക് എന്താണ്, നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് കൺട്രോൾ പോകാൻ പാടില്ല, അങ്ങനെ അല്ലെങ്കിൽ കടം വാങ്ങിയാൽ മതി. കൺട്രോൾ പോയാലൊന്നും കുഴപ്പമില്ല സാറേ, കമ്പനി വിജയിച്ചാൽ മതി. അങ്ങനെയാണെങ്കിലോ നമുക്ക് നമുക്ക് ഓരോ സ്റ്റൈലുകളല്ലേ. അപ്പൊ എന്താ ആട്രിബ്യൂട്ട്സ്? നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാ? എന്താ? റിട്ടേൺ, റിസ്ക്, കപ്പാസിറ്റി, ഫ്ലെക്സിബിലിറ്റി, ദെൻ കൺട്രോൾ. ഓക്കെ, ഇതാണ് അതിൻ്റെത്. ദെൻ ഡിസൈനിങ് എ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ ഡിസൈൻ ചെയ്യുക? ഒരു വെള്ള കടലാസ് എടുക്കുക, 2-3 സ്കെയിലും എടുക്കുക, അല്ലെ, ഒരു പെൻസിലും ഉണ്ടാവുക. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഒരു പേപ്പർ എടുക്കണം, പെൻ എടുക്കണം, ആദ്യം അട്രിബ്യൂട്ട്സ് എഴുതണം, നമ്മുടെ ആവശ്യങ്ങൾ. നമ്മളൊരു ക്വസ്റ്റ്യൻ പോലെ ഉണ്ടാക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ കപ്പാസിറ്റിയുടെ ഉള്ളിലുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. വി ഹാവ് ടു ഡു ലോട്ട് ഓഫ് കാൽക്കുലേഷൻസ്. ദ സെയിം വേ ദ എഞ്ചിനീയർ ഡു കാൽക്കുലേഷൻസ്, വി ആൾസോ ഡു കാൽക്കുലേഷൻസ്. ഡിസൈൻ ഷുഡ് ബി ഫങ്ഷണൽ. ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫങ്ഷണൽ ആയിരിക്കണം. എന്താ ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ, ഡിസൈൻ ഒരു സിനർജി ക്രിയേറ്റ് ചെയ്യണം, അതൊരു ലോങ് ടേം സ്ട്രാറ്റജി ആയിരിക്കണം. പെട്ടെന്ന് ആരെയും കൈവായ്പായിട്ടൊന്നും കമ്പനി തുടങ്ങരുത്. കമ്പനി തുടങ്ങുന്ന സമയത്ത് അവരോട് പറയണം, ചേട്ടാ എനിക്കിത് 3 കൊല്ലം ഈ പൈസ വേണ്ടി വരും കേട്ടോ. ഇക്വിറ്റി ആണെങ്കിൽ അവരോട് പറയണം, ഈ കമ്പനി ഭയങ്കര റിസ്കി ബിസിനസ് ആണ് നമ്മൾ ചെയ്യണത്, പക്ഷേ ഇങ്ങനത്തെ കമ്പനികൾ ലോകത്ത് ധാരാളം വിജയിച്ചിട്ടുണ്ട്, നമ്മുടെ കമ്പനിയും വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചുമ്മാ ആലോചിച്ച് നോക്കിയേ, സെപ്റ്റോ, ബ്ലിങ്കിറ്റ്, സൊമാറ്റോ, സ്വിഗ്ഗി, ഓല, ഉബർ, ഓയോ,
അവരുടെ അവസ്ഥ ആലോചിച്ചൊക്കെ അവർ ആദ്യമായിട്ട് ആൾക്കാരെ ഷെയർ ക്യാപിറ്റൽ ചോദിച്ചു പോയിട്ടുള്ള അവസ്ഥ സമയം എന്തായിരിക്കും ഉണ്ടാവുക? ഒരാളെ അവർ വിശ്വസിക്കുമോ? ഇല്ല. അപ്പൊ ഒരു ഫങ്ഷണൽ, അപ്പൊ അവർക്കൊന്നും അവർ വിചാരിക്കുന്നത് കുറെ ക്യാപിറ്റൽ കൊടുത്ത് സ്വന്തമായിട്ട് പണം കൊടുത്തിട്ട് അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്ന് ക്യാപിറ്റൽ വാങ്ങി കമ്പനി നടത്താൻ പറ്റില്ല. അപ്പൊ ആ കമ്പനി എന്താ ചെയ്യുക? കുറച്ച് ക്യാപിറ്റലും കൂടുതൽ ഡെറ്റും വെച്ച് കമ്പനി നടത്തും. പിന്നീട് ഈ ഡെറ്റ് ഇല്ലാതെ ഇക്വിറ്റി തരാൻ ആൾക്കാർ തയ്യാറാകുമെന്ന സമയത്താണ് ഗ്രോയും അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പ് ഗ്രോക്ക് ഇന്ന് IPO നടത്താൻ പറ്റുമോ? ഗ്രോ എന്താ ചെയ്തിട്ടുണ്ടാവും? ഇനീഷ്യൽ സ്റ്റേജില് അവർ കുറച്ച് ക്യാപിറ്റൽ പ്രൊമോട്ടേഴ്സ് കൊണ്ടുവന്നു. പിന്നെന്ത് ചെയ്തു? ഈ സോപ്പ് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോൺ എടുക്കുന്നു, ഇത് വെച്ച് കമ്പനിയെ ഡെവലപ്പ് ചെയ്യുന്നു, നല്ലൊരു ബിസിനസ് മോഡൽ ആക്കുന്നു. ബിസിനസ് മോഡൽ ആയതിനു ശേഷം മാത്രമല്ലേ നാട്ടുകാർ കാശ് തരുള്ളൂ. അപ്പൊ നമ്മുടെ ഡിസൈൻ എങ്ങനെയായിരിക്കണം? ഫങ്ഷണൽ ആയിരിക്കണം. വെറുതെ കഥ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കറക്റ്റ് എന്താ ഫങ്ഷണൽ പറഞ്ഞാൽ ഇനീഷ്യലി നമ്മുടെ കമ്പനിക്ക് എവിടെയും ഹിക്കപ്പ് ഇല്ലാതെ ബിസിനസ് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആയിരിക്കണം നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ. 2, എന്താണ്? ഡിസൈൻ ഷുഡ് ബി ഫ്ലെക്സിബിൾ. എന്താ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ ഡെറ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നില്ലെങ്കിൽ നമുക്ക് അപ്പൊ ഇക്വിറ്റി ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ത് നമ്മുടെ ഡിസൈൻ. ആ ഡിസൈൻ ഷുഡ് ബി കൺഫേമിംഗ് ടു സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻസ്. നിയമപരമായ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്, അതനുസരിച്ചായിരിക്കണം. അപ്പൊ നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ ബാങ്കിങ് ചെയ്യണം. 100% ക്യാപിറ്റലും ഓസ്ട്രേലിയയിൽ ഗോവിന്ദൻകുട്ടി തരും. അതുകൊണ്ട് നമുക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? ബാങ്കിൽ 100% ക്യാപിറ്റൽ ഇല്ല, തരാൻ പറ്റില്ല, പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ സ്റ്റാറ്റ്യൂട്ട് ഇൻഡസ്ട്രി സെക്ടർ സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഇല്ലേ, സെറ്റിംഗ് അപ്പിൽ പഠിച്ചു നമ്മളെ. ഓരോ കമ്പനിക്ക് എത്രമാത്രം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആകാം, എത്ര ലോക്കൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, അതിന് എന്തൊക്കെ പെർമിഷൻ വേണം, ഓട്ടോമാറ്റിക് റൂട്ട് ഉണ്ട്, ഗവൺമെന്റ് റൂട്ട് ഉണ്ട് അല്ലേ. അപ്പൊ അതും കൂടി കൺസിഡർ ചെയ്ത് വേണം ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കാൻ. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇനി ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നൊരു സ്ട്രക്ചർ ഉണ്ടോ ദേവാ? ഇല്ല. അതാണ് സെൽഫ് റിയലൈസേഷൻ. ഐ കാൺ ബി പെർഫെക്റ്റ്. അതൊരു സെൽഫ് റിയലൈസേഷനാണ്. ചില ആൾക്കാർ ഞാൻ ഭയങ്കര സംഭവമാണെന്ന്. പക്ഷെ ഞാനൊരു സംഭവമല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചോളണം. മനസ്സിലാവണേ ഞാൻ പറയണത്? ഇപ്പം മമ്മൂട്ടി വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ രജനീകാന്ത് വിചാരിക്കുകയാണ്, മോഹൻലാൽ ഞാൻ എടുത്ത പടങ്ങളൊക്കെ ആൾക്കാർ കാണുന്നത് ചോദിച്ചാൽ ഇവർ കൂതറ പടം എടുക്കാൻ തുടങ്ങും അല്ലേ ഹരി? പക്ഷെ ആ പടങ്ങളൊക്കെ വിജയിക്കണമെന്നുണ്ടോ? വിജയിക്കണമെന്നില്ല. അപ്പോഴാണ് ഇടയ്ക്ക് അടിങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് ബോധം വരിക, എൻ്റെ പടം കൊണ്ട് ആൾക്കാർ കാണൂല എന്ന്, എൻ്റെ കഥ നന്നായാലും ആൾക്കാർ കാണുള്ളൂ എന്ന്. ഉറപ്പല്ലേ ഞാൻ പറഞ്ഞേ? ഹലോ, എന്തുകൊണ്ടാണ് സത്യൻ അന്തിക്കാട് മാസത്തിൽ ഫിലിം ഇറക്കാത്തേ? സത്യൻ അന്തിക്കാട് ഇറക്കുന്ന എല്ലാ പടവും സൂപ്പർ ഹിറ്റാണ്. ഈ ലാസ്റ്റ് വന്ന ഏതൊരു പടം ഉണ്ടായില്ലേ, എന്താ ഹൃദയത്തിനെ കുറിച്ചിട്ട്, ആ പടവും സൂപ്പർ ഹിറ്റാണ്. പക്ഷെ അയാൾ എന്തുകൊണ്ടാണ് വർഷത്തിൽ പടം ഇറക്കാത്ത അല്ലെങ്കിൽ മാസത്തിൽ പടം ഇറക്കാത്ത? അയാൾക്ക് നല്ല സെൽഫ് റിയലൈസേഷനും ഉണ്ട്. സത്യൻ അന്തിക്കാടിൻ്റെ പടമായതുകൊണ്ടല്ല ആൾക്കാർ കാണുന്നത് എന്നും അതിൽ ഫാമിലി സ്റ്റോറി ഉണ്ടാകുമെന്നും അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പടം എടുക്കുള്ളൂ എന്ന് തീരുമാനിക്കാനുള്ളൊരു കഴിവാണ് സത്യൻ അന്തിക്കാടിനെ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകനാക്കിയത്. ഷാജി കൈലാസ് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടെ? കെ മധു എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടെ? ഈ സെൽഫ് റിയലൈസേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ എടുക്കുന്ന അടിപ്പടങ്ങളെല്ലാം വിജയിക്കുമെന്നൊരു തോന്നൽ വന്നാൽ അതോടെ കഥ കഴിഞ്ഞ്. അവിടെ ഞാനാണ് വലുത്. മനസ്സിലുണ്ട്? അതാണ് ഇവിടെയും ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇല്ല. ഈ സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ്. ബൈ ദ ടേം ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ വി മീൻ എ പർട്ടിക്കുലർ അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് കമ്പോണൻസ് ഓഫ് ദ സ്ട്രക്ചർ വിച്ച് ഇസ് ജസ്റ്റ് ഇൻ ട്യൂൺ വിത്ത് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം. നമ്മുടെ കമ്പനിയുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സിനെ അനുസരിച്ചുകൊണ്ട് നമ്മളൊരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിലെ കമ്പോണൻസിനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നതിനെയാണ് ഷോർട്ട് ടേമിനെയും ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് സോഴ്സസിനെയും കറക്റ്റായിട്ട് നമ്മൾ അലൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതൊരു നല്ല ഒരു ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉള്ളതായിരിക്കും ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്താണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ? എത്ര ഡെറ്റ് എത്ര ഇക്വിറ്റിക്ക്? 2:1 ആണ് സാധാരണ, 6:1 ആണ് ബാങ്കുകൾക്ക്. അപ്പൊ തന്നെ പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ എത്രയാകാം നിങ്ങളുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട് 2:1. പക്ഷെ നിങ്ങൾക്ക് 3:1 ആയാലും ലാഭം ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ആൾക്കാർ വിശ്വസിക്കൂല. ആൾക്കാർ എന്താ പറയുള്ളൂ? 2:1 ആണ് ബെസ്റ്റ്. 2:1 കൂടുതലാണ്, വേണ്ട ആക്കാമിന്റെ റിസ്ക് ആണെന്ന് പറയും. യു മേ ബി ഏബിൾ ടു ജനറേറ്റ്. അപ്പൊ അവിടെ ഒരു പ്രശ്നം, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കണം. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ വരുമാനം ഉണ്ടാക്കാവുന്ന കഴിവിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയിൽ ആ സമയത്തുള്ള സിസ്റ്റംസും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ബാങ്ക് ആണെങ്കിൽ 6:1, അതിൽ കൂടുതലായ ലാഭം ഉണ്ടാക്കുന്ന ബാങ്കാണ് നമ്മൾ എന്താ പറയാ, അയ്യോ റിസ്ക് ആയിട്ട് പോകാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യല്ലേ എന്ന് പറയും.
അപ്പോൾ അത് ചില സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ചില ഡെറ്റ് ഇക്വിറ്റി റേഷ്യോസ് ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് സ്വന്തമായിട്ട് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ടാക്കാൻ പറ്റില്ല ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്ന സമയത്ത്. Then the optimal capital structure is that offers a balance between ideal debt to equity range and minimizes firm's cost of capital. Ideal debt equity ratio with lowest possible cost of capital വരുന്ന ഒരു പൊസിഷനാണ് എന്ത് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷൻ ലെസ് ഓർ മോർ ദാൻ ദ ഒപ്റ്റിമൽ, ഈ ഒപ്റ്റിമൽ കോമ്പിനേഷനെക്കാട്ടിലും കൂടുതലോ കുറവോ ആകുന്നത് അതെന്താണ് സാറ്റിസ്ഫൈയിങ് അല്ല, അത് സാറ്റിസ്ഫൈയിങ് അല്ല. ബട്ട് can we plan and design an optimal capital structure? Is it possible? നോ. അങ്ങനെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയേണ്ടത്? അതായത് ഒരു നല്ല ഒരു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യണം, അതിന് എന്തൊക്കെ അറിയണം? ഒന്ന്, ദ റിക്വയർമെന്റ് ഓഫ് ക്യാപിറ്റൽ, എത്ര പണം വേണം, അതിന് ഈ ഏതൊക്കെയാണ് ഡിഫറെന്റ് കമ്പോണന്റ്, ഈ കമ്പോണന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ ഇക്വിറ്റി IPO നടത്തി പണം റേസ് ചെയ്യുന്നത് പോലെ ഡിബഞ്ചറോ അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സോ IPO നടത്തി പണം റേസ് ചെയ്യാൻ ഇതിൽ പറ്റുമോ? ഇല്ല. ഷെയറിന്റെ IPO പോലെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പബ്ലിക് ഓഫർ ഡിബഞ്ചറിന് ചെയ്യാൻ പറ്റില്ല. ഡിബഞ്ചറിന് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല വാല്യൂ ഉണ്ടായിരിക്കണം, കടം വാങ്ങിയാൽ തിരിച്ചു തരുന്ന ആളാണെന്ന് ഉറപ്പുണ്ടായിരിക്കണം. നിങ്ങളുടെ ലോങ് ടേം അവർ നോക്കുന്നില്ല, അടുത്ത 4 കൊല്ലം കൊണ്ട് പൈസ കിട്ടുമോ, കിട്ടില്ലെങ്കിൽ വേണ്ടാട്ടോ ഈ കമ്പനി വേണ്ട നമ്മൾ തീരുമാനിക്കും. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ഈ കമ്പോണന്റുകൾ എത്രമാത്രം മാർക്കറ്റിൽ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പോണൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നെന്താ മനസ്സിലാക്കേണ്ടത്? എത്ര ക്യാപിറ്റൽ വേണം, ഡിഫറെന്റ് കമ്പോണൻസ് ഓഫ് ക്യാപിറ്റൽ എത്രമാത്രം മാർക്കറ്റ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും നമുക്കറിയണം. ദെൻ കോസ്റ്റ് ഓഫ് ദിസ് കമ്പോണന്റ്, ഓരോന്നിന്റെയും കോസ്റ്റ് നമുക്കറിയണം. റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് ഓഫ് റിട്ടേൺ അറിയണം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ, ക്യാപിറ്റലിന്റെ കോസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ, എത്ര പണം വേണം, ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറെ ക്രിയേറ്റ് ചെയ്യാം. ഭയങ്കര സിമ്പിൾ ആണ്. ഇറ്റ് ഹാസ് to be further kept in mind that the above information should be exact information. പക്ഷെ നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കണമെങ്കിൽ ഇതെല്ലാം എക്സാക്ട് ഇൻഫർമേഷൻ ആവണം. പക്ഷേ എക്സാക്ട് ഇൻഫർമേഷൻ നമുക്ക് എത്ര ക്യാപിറ്റൽ വേണമെന്ന് നിങ്ങൾക്ക് ഇരുന്ന് പറയാൻ പറ്റുമോ? നമ്മൾ നാട്ടിൽ പറയാറുണ്ട്, ഒരു വീട് പണി തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും 10 ലക്ഷത്തിന് തീരുമെന്ന്, പക്ഷെ പണി കഴിഞ്ഞ് വന്നപ്പോൾ 25 ലക്ഷമായി. എന്താ കാര്യം? നമുക്കൊരു എക്സാക്ട് എമൗണ്ട് പറയാൻ പറ്റില്ല. ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ ഇന്നത്തെ അസംപ്ഷൻ വെച്ചിട്ട് നമ്മൾ എല്ലാ ചിലവുകളും കറക്റ്റാ വരുമോ? വരത്തില്ല. അപ്പോൾ ഒരു എക്സാക്ട് ഫിഗർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ. പക്ഷേ എക്സാക്ട് ഫിഗർ കിട്ടുന്നത് എന്താണ്? ബുദ്ധിമുട്ടാണ്. ദെൻ in reality, it is not possible to have the exact information on all the above 4 parameters. The real world business എന്താണ്ടാവുക, ഒരു ഡൈനാമിക് വേൾഡ് ആണ്. ഈ ഡൈനാമിക് വേൾഡ് ആയതുകൊണ്ട് റിക്വയർമെന്റ് മാറിയേക്കാം. നിങ്ങൾ വിചാരിക്കും ഞാൻ പാർലേജി എന്നുള്ള ബിസ്ക്കറ്റ് മാത്രമേ വിൽക്കുള്ളൂ തീരുമാനിച്ചിട്ടായിരിക്കും വരണ്ടാവുക. നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാക്കുക, പാർലേജി ആൾക്കാർ കണ്ടു മടുത്തു, നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനം വേണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്ലാനൊക്കെ തെറ്റി. നമ്മൾ പാർലേജിക്ക് വേണ്ട ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുള്ളൂ, അതിനനുസരിച്ച് ആ കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു ക്യാപിറ്റൽ നമുക്ക് സോഴ്സ് വരും, ഒരു റിക്വയർമെന്റ് വരുന്നു, നമുക്ക് പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവരേണ്ടി വരാം. ഇതൊന്നും ഞാൻ ഇതിന് പറയുന്നത്. അപ്പോൾ കൊക്കക്കോള എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എന്തിനാ അവർ തംസപ്പും അല്ലെങ്കിൽ ലിംകിൻ, ഗോൾഡ് സ്പോട്ടും, സിട്രയൊക്കെ പാർലയിൽ നിന്ന് വാങ്ങിയത്? ഇതൊന്നും കൊക്കക്കോളയുടെ അല്ല. ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് തംസപ്പ്, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ലിംക, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ഗോൾഡ് സ്പോട്ട്, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് സിട്ര. അതൊക്കെ എന്തിനാണ് അവർ വാങ്ങിയത്? അവരുടെ മെയിൻ പ്രോഡക്റ്റിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ലേ എന്നൊരു ഭീതി അവർക്കുണ്ടായിരുന്നു. കാരണം 2 പ്രാവശ്യം ഇന്ത്യയിൽ നിന്ന് ആട്ടി ഓടിച്ചതാണ് കൊക്കക്കോളയെ. അപ്പൊ 3-ാം പ്രാവശ്യം തിരിച്ചു വരുന്ന സമയത്ത് ഈ കൊക്കക്കോളയുടെ ആൾക്കാർക്ക് ദേഷ്യം ഉണ്ടെങ്കിലോ, എന്റെ ഐഡന്റിറ്റി ആരും കാണണ്ട, ഞാൻ എന്ത് ചെയ്യും? അന്ന് ഇന്ത്യയിലെ ഏറ്റവും പെപ്സിയോട് ഇടിച്ചു നിരുന്ന ബ്രാൻഡാണ് തംസപ്പ്. ഇന്നും തംസപ്പ് സൂപ്പർ ബ്രാൻഡാണ്. അത് ഓൺ ചെയ്തിരുന്നത് പാർലയാണ്. പാർലയുടെ ബ്രാൻഡ് ഇതെല്ലാം. ഈ പാർലയുടെ ബ്രാൻഡ്, പാർലയ്ക്കാണെങ്കിൽ അവരുടെ ഫോക്കസ് ബിസ്ക്കറ്റ് ബിസിനസ്സിലാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അവർ ഈ ഇത് വിൽക്കാം എന്ന് വിചാരിച്ച് ആര് വാങ്ങി? കൊക്കക്കോള വാങ്ങി. കൊക്കക്കോള ഇന്ന് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കൊക്കക്കോള എന്ന ബ്രാൻഡ് കൊണ്ടല്ല, തംസപ്പും ലെമിക്കും കൊണ്ടാ. അണ്ടർസ്റ്റാൻഡ്? ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. ഓരോ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ മാർക്കറ്റ് ഭയങ്കര ഡൈനാമിക് ആണ്. നിങ്ങൾ വിചാരിച്ചതുപോലെ ആൾക്കാർ വാങ്ങണമെന്നില്ല. ഈ മാക്ഡൊണാൾഡ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ KFC ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ വിങ്സ് മാത്രമേ വിൽക്കുള്ളൂ എന്ന് KFC തീരുമാനിച്ചാൽ നമ്മൾ ചിക്കൻ വിങ്സ് വാങ്ങണമെന്നില്ല. ഉണ്ടോ? മാർക്കറ്റ് ഡൈനാമിക് ആണ്. ഇന്ന് നമ്മുടെ നാട്ടിലൊരു ഹോട്ടൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? വലിയ ഹോട്ടലാണെങ്കിലേ അതിൽ കുഴിമന്തി ഉണ്ടാവണം, പിന്നെ എന്തൊക്കെയോ കുറേ എനിക്കറിയില്ല, അപ്പോഴത്തെ പേരേ അറിയില്ല, പുതിയ പേരുകളാണ്. ഇന്നലെ ഞാൻ ഏതൊക്കെ ഈ ചമ്മന്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു പേര് കണ്ടു, ഒരു ചോറിന്. അതിൽ എന്തൊക്കെ ഇടുന്നത്ര? ആദ്യം പുതിന ചട്നി, ചോറാണത്രേ, അതിൽ പുതിന ചട്നി ഒഴിക്കും, പിന്നെ മയണൈസ് ഒഴിക്കും, പിന്നെന്താ സോസ് ഒഴിക്കും, പിന്നെ വേറൊന്ന് മുളക് ചട്നി ഒഴിക്കും, എന്നിട്ട് തൊട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണത്രേ. ഞാൻ ഞെട്ടി, ഭഗവാനെ. ഇവിടെ കുറ്റിക്കോടുള്ള ഒരു ഹോട്ടലാണ്, വലിയ ഹോട്ടലാണ്, സംഗതി വലിയ ഹോട്ടലാണ്.
അപ്പൊ ഞാൻ പറയണത് ഇത് ഡൈനാമിക് ആണ്. ഞാൻ ഉണ്ടാക്കിയ പണ്ടത്തെ സാമ്പാറും ചോറും ചിലപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ടി വരില്ല. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യണം? ഡൈനാമിക് ആയിട്ട് മാറ്റാം. മനസ്സിലാവണ്ടോ ഞാൻ ഈ പറഞ്ഞേ? സി ദ കമ്പനി വെൻ യു ആർ സ്റ്റാർട്ടിംഗ് യു മേ ബി ഹാവിംഗ് എൻ ഐഡിയ, ബട്ട് ദ ഐഡിയ മെ നോട്ട് ബി പ്രാക്ടിക്കൽ ഇൻ ഓൾ ദ സിറ്റുവേഷൻസ്. ആഫ്റ്റർ 1 year യു മേ ഹാവ് ടു ചേഞ്ച് എവറിത്തിങ്. ആ സമയത്ത് നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ മാറ്റാൻ പറ്റില്ലെങ്കിലോ, പുതിയ ക്യാപിറ്റൽ മാർക്കറ്റ് റേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ നിങ്ങൾ ബിസിനസ് അങ്ങ് പൊളിയും. അംബാസഡർ അതിന്റെ എക്സാമ്പിൾ അല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അംബാസഡർ എന്തുകൊണ്ടാണ് വീണ്ടും ഒരു IPOക്ക് പോവാൻ, അല്ലെങ്കിൽ ഒരു FPOക്ക് പോവാൻ, പൈസ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ? ഇവര് മാറാൻ തയ്യാറല്ലെന്നേ, അഡമന്റ് ആണ്. ഈ കോഴിമുട്ട കാറിന്റെ ഇവിടെ ഒന്ന് ഞെണുക്കി, ഇവിടെ ഒന്ന് ഞെണുക്കി, ഇവിടെ ഒന്ന് ഞെണുക്കി, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, മാർക്ക് 4, BS3, BS3, BS4, BS5 ഇറക്കി. ഒരു ലിമിറ്റില്ലേ ഭായ്? അവസാനം ആൾക്കാർ എനിക്ക് വേണ്ടാന്ന്. അതായത് ഒരു സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർ എക്സ്പോർട്ട് ചെയ്ത് തന്നൊരു കമ്പനി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച കമ്പനി 2004 പൂട്ടി. എന്തുകൊണ്ടാ പറ്റിയേ? ഡൈനാമിക് അല്ലായിരുന്നു കമ്പനി. ദ മാർക്കറ്റ് വാസ് ഡൈനാമിക്, ദ കമ്പനി വാസ് നോട്ട് ഡൈനാമിക്. അതല്ലേ എന്റെ കാരണം അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മളും ഡൈനാമിക് ആയിരിക്കണം മാർക്കറ്റിനനുസരിച്ചിട്ട്. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറും അതിനനുസരിച്ച് വേണ്ടേ? Hence we cannot formulate an നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇരുന്നിട്ട് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ദിസ് ഹാസ് ടു ബി ക്രിയേറ്റഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അല്ലെ, നമുക്ക് കറക്റ്റാ പ്ലാൻ ചെയ്യണം. ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആണ്. എങ്ങനെ ഉണ്ടാവും? വിച്ച് ക്യാൻ ഫംഗ്ഷൻ ആസ് ദ ബെഞ്ച് മാർക്ക് ഓഫ് പെർഫോമൻസ് ഓഫ് ദ ഫേം. നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസിന്റെ ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ് ഐഡിയൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ ഒരു കമ്പനിക്കും മെ നോട്ട് ബി ഏബിൾ ടു അച്ചീവ് ഐഡിയൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. പക്ഷെ എങ്കിൽ പോലും അതിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. ഇന്നലെ ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ സെമിഫൈനലാണ്, ഓസ്ട്രേലിയ വേഴ്സസ് ഇന്ത്യ. ഈ ആദ്യത്തെ റൗണ്ടുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ത്യ സെമി ഫൈനലിൽ എത്തുമോ എന്ന് പോലും ആൾക്കാർക്ക് സംശയമുണ്ടായിരുന്നു. ഇന്നലെ ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ ചേസ് ആയിരുന്നു. അതായത് വിമൻ വേൾഡ് കപ്പിൽ 50 ഓവർ മാച്ചിൽ ഇത്രയും വലിയൊരു ചേസ് ഒരു ടീമും ചെയ്തിട്ടില്ല. 338 മറ്റാണ് റണ്ണ് ഓസ്ട്രേലിയ അടിച്ചത് 48.3 ഓവറിൽ. എന്ത് തന്നെയായാലും ജയിക്കുമെന്ന് ആർക്കറിയാമായിരുന്നു? ഓസ്ട്രേലിയക്ക് അറിയാമായിരുന്നു. ഇന്ത്യൻ പെൺകുട്ടികൾ കളിക്കാനിറങ്ങി. ആദ്യത്തെ 10 ഓവറിൽ 2 വിക്കറ്റ് പോയി. ഹർമീന്ദർ കൗർ അവരുടെ ക്യാപ്റ്റൻ, ഇന്ത്യയുടെ ക്യാപ്റ്റൻ 88 ബാളിൽ 89 റൺ അടിച്ചു. അപ്പുറത്തൊരു ലേഡി നിൽപ്പുണ്ടായിരുന്നു. അവരുടെ പേര് ജമൈമ റോഡ്രിക്സ് എന്നാണ്. ജമൈമ റോഡ്രിക്സ്. എനിക്കവർ ഭയങ്കര മോട്ടിവേഷൻ ആട്ടോ. അവര് അത് എപ്പോഴാണ് മോട്ടിവേഷൻ ആയത്? കളി കഴിഞ്ഞിട്ടാന്ന് മാത്രം. അവർ പറഞ്ഞത് കേൾക്കുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം, വിജയിക്കുന്നവനൊക്കെ അവനൊരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ വിജയിച്ചിരിക്കും. ജമൈമ റോഡ്രിക്സ് അപ്പുറത്ത് നിൽക്കുന്നു. അവർ ക്ഷീണിച്ച് മരിച്ചിട്ടുണ്ട്. 120 റൺ അടിച്ചു, 119, 100 റൺ അടിച്ചു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇന്നിങ്സ് ആണ് അവർ കളിച്ചത്. ഇതിനേക്കാളും വലിയൊരു ഇന്നിങ്സ് അവർ കളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഇന്നിങ്സ് കളിക്കുന്നത്. കളി ഇന്ത്യ 48.3 ഓവറിൽ ജയിച്ചു. വേൾഡ് റെക്കോർഡാണ്. അതിനുശേഷം അവരോട് ചോദിക്കാണ്, ഷി വാസ് ക്രൈങ് ആഫ്റ്റർ ദ മാച്ച്. യു ഷുഡ് വാച്ച് ദ വിഷ്വൽസ്. ഒരു വിജയിക്കുന്ന ആൾക്കുണ്ടാകുന്ന ഇമോഷൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ ആ വിജയിച്ച ആളെ കാണണം. പോയിട്ട് നിങ്ങൾ അയാൾ ആ സ്ത്രീ പാവം നിലവിളിക്കുകയായിരുന്നു, കരയുമായിരുന്നു, എല്ലാവരോടും താങ്ക്സ് പറയായിരുന്നു. കാരണം ആ സ്ത്രീ അടുത്ത 10 മിനിറ്റ് അവർ പറയണത് അവരുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് ബാഡ് ഫേസ് ആണ് നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നിന്ന് അവരെ പുറത്താക്കി. അവർ കളിച്ചില്ല, കളിക്കാൻ സമ്മതിച്ചില്ല. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് അവർക്ക് നല്ലൊരു സ്കോർ ഉണ്ടായിരുന്നില്ല. ഓരോ മാച്ച് കഴിയുമ്പോഴും അവർ കരയുമായിരുന്നു, ഇത്ര ഞാൻ എന്താ ചെയ്യേണ്ടത്. അവർ ഷീ വിൽ ബി കിക്ക്ഡ് ഔട്ട് ഓഫ് ദ ടീം എന്നവർക്ക് നല്ല ഉറപ്പായിരുന്നു. ആ ഒരു വേദന ഉണ്ടല്ലോ, ഇത് നമുക്ക് അപകടം പറ്റും തോന്നലുണ്ടല്ലോ. ആ തോന്നലിൽ നിന്നാണ് ഒരു വാശി വരുന്നത്.
എനിക്ക് പെർഫോം ചെയ്തേ മതിയാകൂ. ഐ ഹാവ് ടു പെർഫോം ടു കണ്ടിന്യൂ മൈ ക്രിക്കറ്റ് എന്നൊരു ഫീലിംഗ് അവർക്ക് വരുന്നു. ഇന്നലെ അവര് ഇന്ത്യക്ക് വേണ്ടി ഒരു ഇന്ത്യൻ വിമൻ കളിച്ചിട്ടുള്ള ദ ബെസ്റ്റ് ഇന്നിങ്സ്, നമ്മൾ പറയില്ലേ 173 ബൈ കപിൽ ദേവ്. ഇനി 500 റൺ അടിച്ചാലും അതൊരിക്കലും മറികടക്കാൻ പറ്റില്ല. കാരണം 173 റണ്ണ്, 27 റണ്ണിന് 5 വിക്കറ്റ് നഷ്ടപ്പെട്ട സിറ്റുവേഷനിൽ 983 വേൾഡ് കപ്പിൽ 173 റണ്ണ് കപിൽ ദേവ് അടിച്ചു. ആ കളി ഇന്ത്യ ജയിച്ചു. ആർക്കെതിരെ? വെസ്റ്റ് ഇൻഡീസിനെതിരെ. അന്നത്തെ ലോക ചാമ്പ്യന്മാരാ. അങ്ങനെ 903 കപ്പെടുത്ത്. ആരിഞ്ഞ് സച്ചിൻ അല്ല, കോഹ്ലി അല്ല, രോഹിത് അല്ല, ആരും എന്തടിച്ചിട്ടും കാര്യമില്ല, അതിന് മുകളിലേക്ക് എത്തൂല. അങ്ങനത്തെ ഒരു ഇന്നിങ്സ് ആണ് ഇന്നലെ ജമൈമ റോഡ്രിഗ്സ് കളിച്ചത്. അവർ പറയുന്നുണ്ട് അവർക്ക് കളിക്കുമ്പോൾ അവർക്ക് ഒരൊറ്റ വിചാരം ഉണ്ടായിരുന്നുള്ളവരാണ്. അവർ ഭയങ്കര പാട്രിയോട്ടിക് ആണ്. എനിക്കറിയില്ല ഈ സ്പോർട്സ്മാൻമാരും മറ്റാൾക്കാർക്ക് എന്താ എത്ര പാട്രിയോട്ടിക്. എനിക്ക് ഈ കളി ഇന്ത്യക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ജയിക്കണ്ട. എനിക്ക് അവർ 100 അടിച്ചപ്പോഴൊന്നും അവർ ബാറ്റൊന്നും പൊന്തിച്ചില്ല, 50 അടിച്ചപ്പോഴും ബാറ്റ് പൊന്തിച്ചില്ല. അവർ പറഞ്ഞു വൈ ഷുഡ് ഐ സെലിബ്രേറ്റ്, കാരണം ഐ ആം നോട്ട് പ്ലേയിങ് ഫോർ മീ, ഐ ആം പ്ലേയിങ് ഫോർ മൈ കൺട്രി. ഒരു 80 റണ്ണൊക്കെ എത്താൻ തുടങ്ങിയപ്പോൾ അവർ ഈ സെൽഫ് ടോക്ക് ഉള്ള ആളാണ്. ഞാനൊക്കെ അങ്ങനത്തെ ആളാണ് കേട്ടോ, സെൽഫ് ടോക്ക് ഉള്ള ആളാണ്. ഞാൻ നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സ്വയം പറയും, രാജീവ് ശരിയല്ല കേട്ടോ, ചെയ്തോന്നും ശരിയല്ല, അങ്ങനെ മേലോട് ഇന്നലെ പറയാൻ പാടാന്നാലും വീട്ടിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ പറയും. സെൽഫ് ടോക്ക് ഉണ്ടാവും. സെൽഫ് ടോക്ക് എന്താണ്? നിങ്ങൾക്ക് ഒരാളോട്, ദൈവത്തിനോട് നമ്മൾ സംസാരിക്കുന്ന സെൽഫ് ടോക്ക് എന്നാണ്. ഞാൻ തന്നെയാണ് കേൾക്കുന്നത്, ഞാൻ തന്നെയാണ് പറയുന്നത്. ഈ സ്ത്രീ സെൽഫ് ടോക്കിൻ്റെ ആളാണ്. അപ്പോൾ ഈ സെൽഫ് ടോക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ ഞാൻ ഔട്ടാവരുത്. അവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ ദൈവത്തെക്കുറിച്ച് ഓർത്തു, അവരവരുടെ കോൺഫിഡൻസ് അവർ തളർന്ന് തരിപ്പണമായിട്ടുണ്ട്. 100 റൺ അടിക്കാൻ വേണ്ടി ക്രീസിൽ നിന്ന് ഓടുക എന്ന് പറഞ്ഞാൽ തമാശയൊന്നുമല്ല. ഇറ്റ് റിയലി എന്താണ്, ബോഡി ബ്രേക്കിംഗ് ആണ്. പക്ഷേ ഷീ കുഡ് വിൻ. പറ്റുമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണം അവരെ കുറിച്ച്. ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ ലൈഫിൽ. ബിജത്തിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന നമ്മളിങ്ങനെ തോറ്റ് 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 അടിച്ച് ഇടിച്ച് നമ്മൾ തകരുമെന്നെങ്ങനെ ഉറപ്പുണ്ടാവുന്നുണ്ടല്ലോ. ഒരു തീ ഇങ്ങനെ ഉള്ളുന്ന് ഇങ്ങനെ വരണം, ആ തീ വലിയൊരു തീയായിട്ട് മാറും. നമ്മൾ മറ്റുള്ളവരൊക്കെ തോൽപ്പിച്ച് നമ്മൾ മുകളിലേക്ക് പോകും. മനസ്സിലാവണം പറഞ്ഞത്? ആ രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യണം. പരാജയങ്ങളെ ഫേസ് ചെയ്യാൻ അറിയണം, പാഠം ഉൾക്കൊള്ളാൻ അറിയണം, അതിനെ തരണം ചെയ്യാനുള്ള മനസ്സ് ക്രിയേറ്റ് ചെയ്യാൻ അറിയണം. ചില ആൾക്കാർ തോറ്റ ഉടനെ ഇനി പരിപാടി നിർത്തുകയാണെന്നാണ് പറഞ്ഞാൽ, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ അവർ ഭീരുക്കളാണ്, ഫെയിലിയേഴ്സാണ്. അവർ തോറ്റിരിക്കും, അവർ തോൽക്കാനായി ജനിച്ചവരാണ്. ചില ആൾക്കാർ ശ്രമിക്കുകയില്ല. എന്തിനാ വെറുതെ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ വെറുതെ നിൽക്കണ്ട, ഞാനൊന്നും അതിന് പറ്റിയ ആളല്ലെന്നേ. കൺസർവേറ്റീവ്സ് ആണ്, അവരും വിജയിക്കില്ല. ചില ആൾക്കാരുണ്ട്, അതെന്തപ്പോൾ രാജീവ് സാറിന് പറ്റുമെങ്കിൽ എനിക്കെന്താ ചെയ്ത കുഴപ്പം, ശ്രമിച്ചു നോക്കട്ടെ, കിട്ടിയാ കിട്ടി, പോയാൽ പോയി. പക്ഷെ കിട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ അത് കിട്ടിയിട്ടേ ഞാൻ വിടുകയുള്ളൂ. ഒരു വാശി വെക്കണം. ആ വാശി വെക്കുന്നവൻ ജയിച്ചിരിക്കും. ഞാൻ ഇന്നലെ ജമൈമ റോഡ്രിഗ്സിനെ പഠിച്ചതാണ്. യു ആൾസോ ഷുഡ് ലേൺ സംതിങ് ഫ്രം യുവർ നേച്ചർ. നിങ്ങളുടെ നേച്ചർ നിങ്ങൾ പഠിച്ചോ. വിജയം എന്ന് പറയുന്നത് കേക്ക് വാക്കല്ല, വിജയം വേദനകളുടെയാണ്. വേദനിച്ചാൽ മാത്രമേ ബന്ധാം പറഞ്ഞത് ശരിയാവുള്ളൂ. കാരണം പെയിനില്ലാണ്ട് എന്ത് പ്ലഷർ, കറപ്പില്ലാണ്ട് എന്ത് വെളുപ്പ്, അല്ലേ? വേദന ഉണ്ടെങ്കിലല്ലേ സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ വേദനിക്കും. ആ വേദനയൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കുക. നിലവിളിക്കണം തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിലവിളിക്കന്നെ. അത് അടച്ചു പിടിച്ചത് മാനസികമായിട്ട് മാറ്റി കാര്യമില്ല, അങ്ങോട്ട് നിലവിളിക്കുക. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞില്ലേ പരിപാടി? വേദനിച്ചല്ലോ, വേദനിച്ച സന്തോഷം ഉണ്ടാവുള്ളൂ. മിനിമം സന്തോഷം എന്താണ്? വേദനയെങ്കിലും ഇല്ലാണ്ടാവും നമുക്ക്. മറ്റേ വേദന ഉള്ളിൽ വെച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അവനവന് മനസ്സിലാവണ്ട. അവനവേ അപ്പൊ അനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ചോ. ഡൈനാമിക് ആണ് വേൾഡ്. ഡൈനാമിക് ആയ വേൾഡിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഡൈനാമിക് ആയിരിക്കണം. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒന്ന്, കമ്പനിയുടെ ക്യാഷ് ഫ്ലോ പൊസിഷൻ. ലോൺ എടുക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാനുള്ളതാണെന്നും അത് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി പണം കിട്ടിയാലേ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങളുടെ ക്യാഷ് ഫ്ലോനെ കുറിച്ചുള്ള ധാരണ വേണം. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. എന്താ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ? പഠിച്ചിട്ടുണ്ട് റേഷ്യോ അനാലിസിസില്. നിങ്ങള് എത്ര പ്രോഫിറ്റ് ഉണ്ട്, ഹൗ മെനി ടൈംസ് ഇറ്റ് ക്യാൻ കവർ ദ ഇൻട്രസ്റ്റ്. ഇപ്പൊ 5 ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. എങ്ങനെ എന്താണ്? ₹1 ഇൻട്രസ്റ്റ് കൊടുക്കാൻ ₹5 പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് കമ്പനി. ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റും. സോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കണം. അതായത് ഇൻട്രസ്റ്റ് നിർബന്ധമായിട്ട് കൊടുക്കുന്ന പൈസയാ, അത് കൊടുത്തില്ലെങ്കിൽ ഒരു കേസ് കൊടുക്കും. 3, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. എന്താ ഡെറ്റ് സർവീസ്? എത്ര പണം കൊടുക്കാനുണ്ടോ അത്രയും പണം കൊടുക്കാനുള്ള വരുമാനം നമുക്കുണ്ടോ.
റീപേയ്മെന്റ്, ഡെറ്റിനെ സർവീസ് ചെയ്യാനുള്ള കവറേജ് റേഷ്യോ ഉണ്ടോ. എന്താ പറയുന്നത്, ദിസ് ഷോസ് ദ ക്യാഷ് ഫ്ലോ പൊസിഷൻ ഓഫ് ദ കമ്പനി. The ratio tells us about the cash payments to be made, like preference dividend, interest, debt capital repayment. ഇതൊക്കെ കൊടുക്കാനുള്ള ചിലപ്പോൾ നമുക്ക് എന്താവും, പ്രിഫറൻസ് ആണ്, നമുക്ക് പൈസ തിരിച്ചു കൊടുക്കണ്ട. ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ICR നോക്കും, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കും. പക്ഷെ ഡെപ്റ്റ് ആണെങ്കിൽ അങ്ങനെയല്ല, അവരെന്താ പറയുക, 5 കൊല്ലം കൊണ്ട് തിരിച്ചടക്കണം എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പലിശ ചേർത്ത് തിരിച്ചടക്കണം. അപ്പോൾ നമുക്ക് എന്താ നോക്കേണ്ടത്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ അല്ല, നമ്മൾ നോക്കണം ഡെറ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് അടക്കം ക്യാപിറ്റലും കൂടി റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ക്യാപിറ്റൽ പ്രോഫിറ്റിന് ഉണ്ടായിരിക്കണം. അല്ലാണ്ട് കുറേ പൈസ കിട്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാനുള്ള പൈസ പോലും അതിന് ലാഭം കിട്ടുന്നില്ലെങ്കിൽ ബിസിനസ് ഒരു കാര്യമില്ല. വല്ല കാര്യമുണ്ടോ? ഇനി ഇത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ബിസിനസ് വല്ല കാര്യമുണ്ടോ? കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ബിസിനസ് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങളുടെ ക്യാപിറ്റൽ തന്ന ആൾക്കാർക്ക് എന്ത് വേണം, അവർക്കും വരുമാനം വേണം, അവർക്ക് കൊടുക്കാൻ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റണം, കമ്പനിക്ക് സർവൈവ് ചെയ്യാൻ റിട്ടേൺ ഏർണിങ്സ് വേണം, കമ്പനിയുടെ ചെലവുകൾ നടക്കണം, എംപ്ലോയീസിന് റിട്ടേണിങ്ങൾക്കുള്ള ശമ്പളം കൊടുക്കണം. അപ്പൊ ഇതിനൊക്കെ പൈസ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ കമ്പനി വിജയിക്കുള്ളൂ. ദെൻ അടുത്ത എന്താണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് അല്ലേ, നമുക്ക് ദ ഗ്രേറ്റർ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ കമ്പനി ഇൻക്രീസ് ദ കപ്പാസിറ്റി യൂട്ടിലൈസ് മോർ ഡെറ്റ് ക്യാപിറ്റൽ. നിങ്ങൾ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിന് എത്രമാത്രം വരുമാനം ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ROI ഇൻഡസ്ട്രി ബെഞ്ച് മാർക്ക് 12%. എന്താ ഇൻഡസ്ട്രി ബെഞ്ച് മാർക്ക്? ആ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ഈ ഇൻഡസ്ട്രിയിലെ കമ്പനികളുടെ ബെഞ്ച് മാർക്ക് ഇൻകം എന്ന് പറയുന്നത് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് 12 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 14 ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനി എന്താണ്, ഇൻഡസ്ട്രി ബെഞ്ച് മാർക്കിനെക്കാട്ടിലും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളാണ്. ആൾക്കാർ വെറുതെ പണം തരും. ഇൻഡസ്ട്രി ബെഞ്ച് മാർക്കെല്ലാം കുറവാണെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ ഇക്വിറ്റി മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. കാരണം എന്താണ്, പുറത്തുനിന്ന് പണം കിട്ടാനുള്ള സാധ്യത കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇൻഡസ്ട്രി ബെഞ്ച് മാർക്ക് എന്താണ്, ഇൻഡസ്ട്രിയിൽ ഓൺ ആൻഡ് ആവറേജ് എല്ലാവരും 12% വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കമ്പനി 15% ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കാം, ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് കമ്പനി തന്നെയാണ്. എല്ലാ ഓട്ടോമൊബൈൽ കമ്പനിയും മാരുതി അല്ലല്ലോ, ആണോ? അപ്പൊ ഇൻഡസ്ട്രിയിലെ ബെഞ്ച് മാർക്ക് ഉണ്ടായിരിക്കും. മിനിമം 500 കാറെങ്കിലും ആഴ്ചയിൽ വിൽക്കുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യയിൽ ആവറേജ് ആയിട്ട് വിൽക്കാൻ പറ്റിയ കമ്പനി, ഒരു ബെസ്റ്റ് കമ്പനിയാണ്. മാരുതി എത്ര വിൽക്കണോ? 1000 വിൽക്കണോ? ടാറ്റ എത്ര വിൽക്കണോ? 700 വിൽക്കണോ? ഹുണ്ടായി എത്ര വിൽക്കണോ? 600 വിൽക്കണോ? ഹോണ്ട എത്ര വിൽക്കണോ? 400 വിൽക്കണോ? ഏത് കമ്പനിയിൽ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യാം? മാരുതിയില്, അല്ലെങ്കിൽ ടാറ്റയില്, അല്ലെങ്കിൽ ഹുണ്ടായില്. ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമല്ലേ ഹോണ്ടയിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അത്രയേ ഉള്ളൂ. ദെൻ അടുത്ത എന്താണ്, കോസ്റ്റ് ഓഫ് ഡെറ്റ്. ഡെറ്റിന്റെ കോസ്റ്റ് നോക്കണം. കടം തരാൻ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ചെലവുണ്ട്. ആ കോസ്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കണം. കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയാൻ എന്താ അർത്ഥം, അതിന്റെ ഇൻട്രസ്റ്റ് ആകാം, അതിന്റെ ഇഷ്യൂ ചെലവുകളാകാം, എല്ലാം ഉണ്ടാകാം. ആ കോസ്റ്റിനെക്കാട്ടിലും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ബിസിനസ് ചെയ്യാൻ പാടില്ല. ദെൻ ടാക്സ് റേറ്റ്, നിങ്ങളുടെ രാജ്യത്തെ ടാക്സ് റേറ്റ്, കാരണം ഡെറ്റ് ആയതുകൊണ്ട് തന്നെ ടാക്സ് റേറ്റ് നോക്കണം. ടാക്സ് റേറ്റ് വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് കുറയും, ഡിക്രീസസ്. നമ്മൾ ടാക്സ് റേറ്റ് കൂടുന്നതനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഒരു 100 രൂപ ലോൺ എടുക്കുന്നു, അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10 രൂപയാണ്. ദെൻ അതിന്റെ ടാക്സ് റേറ്റ് എത്രയാണ്? 30%. സോ ബൈ ഡിഡക്റ്റിംഗ് 10 ഫ്രം ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, എ സേവിംഗ് ഓഫ് ടാക്സ് വിൽ ടേക്ക് പ്ലേസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ നിന്ന് 10 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് പോകും. ഓട്ടോമാറ്റിക്കലി അത് 30% ടാക്സ് ആ 10,000 കുറയ്ക്കാൻ സാധിക്കും. അതായത് 3000 രൂപ നമുക്കവിടെ ലാഭം കിട്ടും. അതായത് ടാക്സിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കടം വാങ്ങിയാൽ പലിശ കൊടുക്കണോ? പലിശ ടാക്സ് ഡിഡക്റ്റബിൾ ആണോ? ആ പലിശയും കൂടിയും കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അല്ലേ നമ്മൾ ടാക്സ് കൊടുക്കുള്ളൂ. ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. അപ്പൊ ആ പലിശ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, 10,000 രൂപ പലിശ കൊടുക്കുമ്പോൾ എത്ര ടാക്സാണ് നമ്മൾ സേവ് ചെയ്യണേ? 3000 രൂപ ടാക്സ് ആണ് സേവ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾ എന്താ ചെയ്യണത്, നിങ്ങൾ ഡെറ്റിന് പകരം ഇക്വിറ്റിയോ വാങ്ങിയെങ്കിലോ, ഇക്വിറ്റി കൊടുക്കുന്ന ഡിവിഡൻഡ് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താ ഉണ്ടാവുക, ഈ 10,000 നമ്മൾ അഡീഷണൽ 3000 രൂപ ടാക്സ് കൊടുക്കണം. ആ 3000 രൂപ സേവിങ്സ് അല്ലേ ഡെറ്റ് ആവുമ്പോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ സിനാരിയോ എടുക്കുക, നിങ്ങളുടെ കമ്പനി 10,000 രൂപ ലോൺ എടുക്കുന്നു, 10,000 രൂപ ഇൻട്രസ്റ്റ് ഉള്ള ലോൺ എടുക്കുന്നു. നിങ്ങളുടെ കമ്പനി 10,000 രൂപ ഡിവിഡൻഡ് കൊടുക്കേണ്ട ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുന്നു. നിങ്ങൾ പ്രോഫിറ്റ് കണക്കാക്കുമ്പോൾ നിങ്ങൾ ടാക്സ് ഏതിന്റെ മുകളിലാണ് കൊടുക്കുക? ഇൻകം ആഫ്റ്റർ ഇൻട്രസ്റ്റ്, ടോട്ടൽ പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടാക്സ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് വന്നു, ആ പ്രോഫിറ്റ് നിന്ന് കൊടുക്കേണ്ടുന്ന 10,000 രൂപ പലിശ കുറച്ച് 100 രൂപയാണ് പ്രോഫിറ്റ് നടക്കുക. 90 രൂപയിൽ നമ്മൾ എന്ത് കൊടുക്കും? 30% ടാക്സ് കൊടുക്കും. 90 രൂപയ്ക്ക് 30% ടാക്സ്, 27 രൂപ ടാക്സ് കൊടുക്കും. ഓക്കെ. നൗ ടേക്ക് അതർ സിനാറിയോ. അർഷിത് എന്താ പറയണത്, നിങ്ങളുടെ കമ്പനിക്ക് 100 രൂപ പ്രോഫിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഡെപ്റ്റ് ഇല്ല, നിങ്ങൾ 10,000 രൂപ ഡിവിഡൻഡ് കൊടുക്കണം. നിങ്ങൾ എത്ര രൂപ ടാക്സ് കൊടുക്കും? 100 രൂപയിൽ ടാക്സ് കൊടുക്കുക. എത്ര കൊടുക്കുക? 30 രൂപ. അപ്പൊ എത്ര അഡീഷണൽ ടാക്സ് കൊടുത്ത്? 3000 രൂപ.
ഈ ഡിവിഡൻഡിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കില്ല. ഡിവിഡൻഡ് ടാക്സ് ആരാ കൊടുക്കുക? കിട്ടുന്ന ആളല്ലേ കൊടുക്കുക. അപ്പൊ ആ കമ്പനിക്ക് അത് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കമ്പനിക്ക് ഡെറ്റും ഇക്വിറ്റിയും വെച്ച് നോക്കുമ്പോൾ ഏതാണ് ടാക്സ് സേവിംഗ് ഉള്ളത്? ഡെറ്റ് ആണ്. ഡെറ്റ് ഇഷ്യൂ ചെയ്യുന്നതനുസരിച്ച് അവരുടെ ടാക്സ് കുറഞ്ഞു വരും. ഡെറ്റ് കുറയ്ക്കുന്നതനുസരിച്ച് അവരുടെ ടാക്സ് കൂടി വരും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? 100 രൂപ പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനി, ഈ കമ്പനി 10 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ 100 രൂപ മൈനസ് 10 രൂപ 90 രൂപയാണ് അവർ വരുമാനം. അതിന്റെ മുകളിൽ 30 രൂപ ടാക്സ് കൊടുക്കും, 30%. അതായത് 27 രൂപ, 39, 27, 27 റുപ്പീസ് ടാക്സ് കൊടുക്കും. എന്നാൽ ഈ കമ്പനി ഡെറ്റിന് പകരം ഇക്വിറ്റി ആണ് എടുത്തത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇക്വിറ്റി കൊടുക്കുന്ന ഡിവിഡൻഡ് 10,000 രൂപ ആണെങ്കിൽ പോലും ആ 10,000 രൂപ നമ്മുടെ പ്രോഫിറ്റ് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ 100 രൂപ പ്രോഫിറ്റ് ഉള്ള കമ്പനിക്ക് ആ 100 രൂപയുടെ 30% ടാക്സ് കൊടുക്കണം. സോ 30 രൂപ ടാക്സ് കൊടുക്കണം. അപ്പൊ എത്ര അഡീഷണൽ ടാക്സ് കൊടുത്തേ? 3000 രൂപ അധികം ടാക്സ് കൊടുത്തില്ലേ? എന്നാലേ ഡിവിഡൻഡ് നമ്മൾ ആർക്ക് കൊടുക്കണം? അവർക്ക് കൊടുത്തേ മതിയാവുകയും ചെയ്യുള്ളൂ. അപ്പൊ ഡെഫിനറ്റ്ലി ഇക്വിറ്റി ആണോ ഡെറ്റ് ആണോ എന്ന് ടാക്സ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഏതാ നല്ലത്? ഡെറ്റ് ആണ് നല്ലത്. റിസ്ക് കൺസിഡറേഷൻ, ദർ ആർ 2 ടൈപ്സ് ഓഫ് റിസ്ക്. കമ്പനിക്ക് 2 തരം റിസ്ക് ഉണ്ട്. ഈ റിസ്ക് നിങ്ങൾ കൺസിഡർ, ഏതൊക്കെ റിസ്ക് ആണെന്ന്? ഓപ്പറേഷണൽ റിസ്ക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക്കും. എന്താണ് ഓപ്പറേറ്റിംഗ് റിസ്ക് അല്ലെങ്കിൽ ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ബിസിനസ്സിൽ ഉണ്ടാകാവുന്ന റിസ്കുകളാണ് ഓപ്പറേറ്റിംഗ് റിസ്ക്. ദ റെഫേഴ്സ് ടു റിസ്ക് ഓഫ് ഇനബിലിറ്റി ടു ഡിസ്ചാർജ് പെർമനന്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. നിങ്ങളുടെ കമ്പനിയുടെ പെർമനന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, വാടകയാവട്ടെ, ലീസ് റെന്റ് ആവട്ടെ, ഇതൊക്കെ ഇലക്ട്രിസിറ്റി ബിൽ ആവട്ടെ, ഇതൊക്കെ നിങ്ങൾ എന്തായാലും കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥ. 2, ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലോണായിട്ട് എടുക്കുന്ന പൈസ തിരിച്ചു കൊടുക്കുന്നതിനോ പലിശ കൊടുക്കുന്നതിനോ പറ്റാത്തൊരവസ്ഥ. ഇത് രണ്ടും 2 റിസ്ക് ആണ്. ഓപ്പറേറ്റിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, വാടക കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ റിസ്ക് ബിസിനസ്സിലുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാണ്ട് ചെറിയൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു വാടകയ്ക്ക് ഒരു സ്ഥലം എടുത്ത് അവിടെ 10 ആൾ ജോലിക്ക് വെച്ച് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് കറക്റ്റ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് റിസ്ക് ഉണ്ട്? ഓപ്പറേറ്റിംഗ് റിസ്ക് ഉണ്ട്. ഫിനാൻഷ്യൽ റിസ്ക് ഓട്ടോമാറ്റിക്കലി വരും. ഓപ്പറേറ്റിംഗ് റിസ്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഫിനാൻഷ്യൽ റിസ്ക് വരും. എന്താണ്? നിങ്ങൾക്ക് ആ പണം തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അതുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ കമ്പനി ധാരാളം പൈസ ഉണ്ടാക്കുന്ന ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഈ ലാഭം മുഴുവൻ ഇതിന് വാടക കൊടുക്കാനും ഇൻട്രസ്റ്റ് കൊടുക്കാനൊക്കെ തികയുള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഡിഫറൻസാണ് ഞാൻ പറയണത്. നിങ്ങളുടെ കമ്പനി ചെയ്യുന്ന ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ അല്ലേ? നിങ്ങളുടെ കമ്പനിയിൽ ഒരു നല്ല വരുമാനമുള്ള കമ്പനിയാണ്, ലാഭവുമുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ അവരുടെ ഓപ്പറേറ്റിംഗ് ചെലവുകൾ എന്താണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, വാടക, റെന്റ്, റേറ്റ്, ടാക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മുഴുവൻ കൊടുക്കാറുണ്ട്. ഇത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കമ്പനി ലോസ് ആയിപ്പോയി. അപ്പോൾ അവിടെ പ്രശ്നം കിടക്കുന്നത് ഓപ്പറേറ്റിംഗ് റിസ്ക് ആണ് അവിടെ ഉള്ളത്. എന്താണ്? ഓപ്പറേറ്റിംഗ് റിസ്ക് ആണ്. ഈ ഓപ്പറേറ്റിംഗ് റിസ്ക് ഉള്ള ആൾക്കാർക്ക് നിർബന്ധമായിട്ട് എന്ത് റിസ്ക് ഉണ്ടാവും? ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റും, വാടക കൊടുക്കാൻ പറ്റും, പക്ഷേ ഫിനാൻഷ്യൽ റിസ്ക് അതിന് പുറത്തു വരും. കാരണം എന്താണ്? അതിന് വേണ്ടിയുള്ള മാത്രം വരുമാനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റില്ല, ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. സോ യു ആൾസോ ഹാവ് ടു കൺസിഡർ യുവർ ഓപ്പറേറ്റിംഗ് റിസ്ക് ആസ് വെൽ ആസ് ഫിനാൻഷ്യൽ റിസ്ക്. ഓപ്പറേറ്റിംഗ് റിസ്ക് ആണെങ്കിൽ ലിറ്റിഗേഷൻ വരും, ഫിനാൻഷ്യൽ റിസ്ക് ആണെങ്കിൽ കമ്പനി ഇൻസോൾവെന്റ് ആവും. ദെൻ ഫ്ലെക്സിബിലിറ്റി. എന്താ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആവശ്യമായ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതിനോ സഹായിക്കണം. ഇക്വിറ്റിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇക്വിറ്റി നമുക്ക് കൊണ്ടുവരാം വേണമെങ്കിൽ, പക്ഷെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. തിരിച്ചു കൊടുക്കണമെങ്കിൽ ഒരു ലെങ്തി പ്രൊസീജിയർ ഉണ്ട്. ഏതാ പ്രൊസീജിയർ? എനിക്കറിയില്ലപ്പോ. ബൈബാക്ക് 68, 69, 70 അല്ലെങ്കിൽ എന്താ വേണ്ടേ? നിങ്ങൾ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ 66 ഇത് അപ്ലൈ ചെയ്യണ്ടേ? ഇത് ഈസിയാണോ? അല്ല, ലെങ്തി പ്രോസസ്സാണ്, കുറയ്ക്കാൻ പറ്റില്ല. ആയുസ്മാൻ ലോൺ ആണെങ്കിലോ കൂട്ടിയ പൈസ ഉണ്ടാവും, ഞാൻ തിരിച്ച നാളെ വന്ന് അടച്ചോ, യു ക്യാൻ പേ. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അതിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതും സാധിക്കണം. ക്യാപിറ്റൽ പെട്ടെന്ന് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നത് ഡെറ്റ് ക്യാപിറ്റലാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ കൂട്ടുന്നതും കുറയ്ക്കുന്നതും കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ദെൻ if at any time the company has more capital than as necessary, then both the above mentioned capitals can be repaid. On the other hand, repayment of equity capital is not possible by the company during its lifetime. Easily buyback അല്ലാതെ വേറെ ഒരു വഴിയിലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ലൈഫ് ടൈമിൽ ഇക്വിറ്റി ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ലോൺ ആണെങ്കിൽ എപ്പോൾ ആണെങ്കിൽ തിരിച്ചു കൊടുക്കാം. സോ കമ്പാരിറ്റീവ്ലി ഡെറ്റ് ആണ് മോർ ഫ്ലെക്സിബിൾ ദാൻ ഇക്വിറ്റി. ദെൻ കൺട്രോൾ എന്താ?
നിങ്ങളൊരു കമ്പനിയിൽ ഡെറ്റ് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ പണം കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുന്ന കമ്പനിയാണെങ്കിൽ നിങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൽ യാതൊരു ചോദ്യവും ഉണ്ടാവില്ല. അതേസമയം നിങ്ങളുടെ കമ്പനിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ നിങ്ങൾ ഇക്വിറ്റിയാണ് പണമായിട്ട് കൊണ്ടുവരുന്നതെങ്കിൽ അയാൾക്ക് ഡെഫിനറ്റായിട്ട് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാകും. അയാൾ പറയുന്നതും കേട്ടിട്ട് നിങ്ങളുടെ മാത്രം തീരുമാനം നിങ്ങൾക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, നിയമപരമായ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാം. എന്താണ്? ബാങ്കിങ് കമ്പനികൾക്ക് അവർക്ക് എത്രമാത്രം ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്നും അവർക്ക് ഡെപ്റ്റ് റേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദ്യമുണ്ട്. ബാങ്കിങ് കമ്പനികൾ ഡെറ്റ് ഇഷ്യൂ ചെയ്യാനേ പാടില്ല. അതായത് അവർക്ക് എന്താ പറയുന്നത്, ഇത് നോട്ട് എനി അതർ കൈൻഡ് ഓഫ് സെക്യൂരിറ്റി. അവർക്ക് ആകെ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് ഷെയർ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേറെ ഡിബഞ്ചറോ ബോണ്ടോ ഒന്നും ഇഷ്യൂ ചെയ്യാൻ അവർക്ക് പറ്റില്ല, ഈ ബാങ്കുകൾക്ക് പറ്റില്ല. അപ്പോൾ ദർ ആർ സം സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റേഷൻസ് ഫോർ സം ടൈപ്പ് ഓഫ് കമ്പനീസ്. അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഏത് ക്യാപിറ്റൽ വേണമെന്ന് തീരുമാനിക്കാൻ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 ആണ്. നിങ്ങൾക്ക് അതിനെക്കാട്ടിലും ഡെറ്റ് റേസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ശരിയാണോ? അല്ല. കാരണം എന്താണ്? ആൾക്കാർ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും. 4:1 ആണ് നിങ്ങളുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, 6:1 ആണ്. ഇതൊക്കെ ആൾറെഡി ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആണ്. അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കണം നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രോങ് ആക്കുന്ന സമയത്ത്. സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ എന്താ? നിങ്ങൾ IPO ചെയ്യാൻ തീരുമാനിച്ചു, വളരെ വർസ്റ്റ് ടൈമാണ് IPO എങ്കിൽ ഇത് നടത്താൻ പാടില്ല അല്ലേ? അപ്പൊ നിങ്ങൾ ക്യാപിറ്റൽ കൊടുക്കാൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ മാർക്കറ്റിലെ കണ്ടീഷൻ കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് അതർ കമ്പനി. പിന്നെന്താണ്? നാടോടുമ്പോൾ നടുവേ ഓടുക. നമ്മുടെ പോലത്തെ ബിസിനസ് ചെയ്യുന്ന ധാരാളം കമ്പനികൾ ഉണ്ടാകാം, വിജയിച്ച കമ്പനികൾ ഉണ്ടാകാം. നമ്മളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് വരുന്ന സമയത്ത് ആ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും കമ്പനികൾ വിജയിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വിജയിച്ച കമ്പനികൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ അങ്ങ് ഉപയോഗിക്കുക. അതൊരു അടുത്ത പോയിന്റാണ്. അതായത് നമ്മൾ മറ്റവരെ കണ്ടും പഠിക്കണം. നമ്മൾ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചു അതന്നെ അങ്ങോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടൊന്നും കാര്യമില്ല. ദർ ആർ സിറ്റുവേഷൻസ് വെയർ അവർ കാൽക്കുലേഷൻസ് മേ ഗോ റോങ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് മുമ്പ് ഇങ്ങനത്തെ കമ്പനികൾ ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ, അപ്പോൾ ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ അതേ ബിസിനസ് ചെയ്യുന്ന കമ്പനികളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറും നിങ്ങളുടെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിനെ നിയന്ത്രിക്കും. ഇപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കൺസിഡർ ചെയ്യേണ്ടതാണ്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഒന്ന് ക്യാഷ് ഫ്ലോ പൊസിഷൻ നമ്മൾ നോക്കണം. അതുപോലെ നമ്മുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ നോക്കണം. പിന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കണം. കോസ്റ്റ് ഓഫ് ഡെറ്റ് നോക്കണം. ടാക്സ് റേറ്റ് നോക്കണം. ദെൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് അല്ലേ ആണ്. ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. എന്താ ഫ്ലോട്ടേഷൻ കോസ്റ്റ്? ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാനുള്ള ചെലവാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഏതാണ് ഏറ്റവും കോസ്റ്റ് കൂടിയത്? ഡെറ്റ് ആണോ ഇക്വിറ്റി ആണോ? ഇക്വിറ്റിയാണ്. ഇക്വിറ്റി ഒരിക്കലും 100 രൂപ 500 രൂപ 10 കോടി 15 കോടി എടുക്കാൻ പാടില്ല മാർക്കറ്റിൽ നിന്ന്. കാരണം അതിന്റെ ചെലവ് പ്രൊപ്പോർഷനറ്റ്ലി ഭയങ്കര കൂടുതലാണ്. അതേസമയം ഡെറ്റ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് നോക്കണം. പിന്നെ നോക്കണം എന്താണ്? റിസ്ക് നമ്മൾ നോക്കണം. ഏതൊക്കെ റിസ്ക് ആണുള്ളത്? ഓപ്പറേറ്റിംഗ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും. എന്താ ഓപ്പറേറ്റിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്. എന്താ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ വാങ്ങിയ പണം ഇൻട്രസ്റ്റോട് കൂടി തിരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട്. ദെൻ അടുത്തെന്താണ്? ഫ്ലെക്സിബിലിറ്റി നോക്കണം. അതുപോലെ തന്നെ കൺട്രോൾ നോക്കണം. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നിയമങ്ങളുമായി ബന്ധപ്പെട്ടത്. സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കണം. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് സിമിലർ കമ്പനീസും കൂടെ കൺസിഡർ ചെയ്യണം. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കാൻ. ബ്രേക്ക് ഫോർ 5 minutes.